കൈയടിച്ച് സ്വീകരിക്കേണ്ട മത്സരമാണ് പ്രിയമുള്ളവരെ. കൈയടിച്ചു കൊടുക്കൂ. ഇതൊരു പഠന മുറിയാണ്. ഈ ക്ലാസ് റൂമിൽ നമുക്ക് പഠനം പഠിക്കുവാനുണ്ട്. ഒരു മത്സരത്തെ സമീപിക്കുന്ന ആ രീതി, ആ ഫ്രണ്ട് കളിക്കാരൻ നിങ്ങൾ നല്ല കൈയടിയെ കൊണ്ട് കൊടുത്ത് എന്ത് രസകരമായിട്ടാണ് അദ്ദേഹം മൂവ്മെന്റ് ചെയ്യുന്നത്. എന്ത് രസം കാണാൻ തന്നെ ഒരു ചേലുണ്ട്. ലയൺസ് വരിക, ലയൺസ് വരിക കേടി ചുരുട തീർച്ചയായിട്ടും വടത്തിലിങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് ഒരു മത്സരം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് ആദ്യ സെറ്റ് മത്സരം കരസ്ഥമാക്കി ലയൺസ് പെരിയ കാസർഗോഡ് ആദ്യ സെറ്റ് മത്സരം കരസ്ഥമാക്കി ലീഡിക്കുന്നു. രണ്ടാം സെറ്റ് പോരാട്ടങ്ങൾക്കായി ഇരു ടീമുകളും കോർട്ട് ചേഞ്ച് ചെയ്ത് ലൈനപ്പാക്കുവാൻ വിനയ പുരസ്സരം അറിയിക്കുകയായി. അടുത്ത മത്സരത്തിനായി കടന്നു വരും. കോർട്ടിന്റെ എൻട്രൻസിലേക്ക് കടന്നു വരും. കാർത്തിക തിരുവനന്തപുരം വൈസസ് ലങ്ക ബോയ്സ് സ്പോൺസർ ചെയ്യുന്ന ഹെർക്കുലീസ് വെമ്പായം തിരുവനന്തപുരം കോർട്ടിന്റെ പ്രവേശന കവാടത്തിന് അരികിൽ തന്നെ ഉണ്ടാകുവാൻ അറിയിക്കുന്നു. അടുത്ത മത്സരത്തിനായി ഒന്നും കിട്ടില്ല ടൈറ്റ്. അടുത്ത മത്സരം ഒരു നിമിഷം. നമ്മുടെ കാർത്തിക തിരുവനന്തപുരന്റെ സ്പോൺസർഷിപ്പ് ഉണ്ട്. നിതിൻ കെ കോമളനും സിഗ്നേച്ചർ ഇവന്റ്സുമാണ് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇത്രയും വൈകി പറഞ്ഞതിൽ വളരെയധികം വിഷമം അറിയിക്കുന്നു. നിതിൻ കെ കോമളൻ ഞാൻ ഉദ്ദേശിക്കുന്ന അദ്ദേഹം മത്സരാർത്ഥിയായിരുന്നു. കൂടെ സിഗ്നേച്ചർ ഇവന്റ്സ് അല്ലേ ആവണം അല്ലേ? അതെ, സിഗ്നേച്ചർ ഇവന്റ്സ് പ്രബന്ധം. യശു, നമുക്ക് പ്രബന്ധൂരിനെയൊക്കെ എങ്ങനെ മറക്കാൻ സാധിക്കും? ഒരിക്കലും സാധിക്കില്ല. നമ്മുടെ കളി തൊട്ടിലാണത്. ആവേശമുണർത്തുന്ന മത്സരം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ രാജീവ് മുന്നിൽ നയിച്ചുകൊണ്ട് ബാദുഷാഹിന്റെ ആവേശം. ഇനാ ഷിനുവും ഷിജുവും വിഷ്ണുവും അനു മുഹമ്മദും മാറ്റി വിളിച്ചുകൊണ്ട് ഇപ്പോൾ നമുക്ക് TVM ബോയ്സ് മണി മുന്നിൽ നയിച്ചുകൊണ്ട് വിശ്വം അഖില് അശ്വൻ വിജേഷ് ശിവജിത്ത് വിനോദ് കോച്ചായിട്ട് നമുക്ക് മുന്നിൽ ആരെയും മുലഞ്ഞുമൊക്കെ അതെ മേളവും ഒട്ടും ചേരുന്നില്ല. പ്രിയമുള്ളവരെ കൈയടിച്ചു വന്ന ആവേശഭരിതമായ മത്സരമല്ലേ? കാസർഗോഡിന്റെ കളിയക്കൽ ടീം വിജയിച്ചേറി സെമി ഫൈനൽസിൽ ലയൺസ് പെരിയയുടെ കളിക്കാരന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കും. സംഘാടകർ അവിടെ ഓടി ചുമ്മാതാരും കാലൊന്നും പിടിച്ച് തിരുമാരുന്ന റബറിനാരോട് അങ്ങോട്ട് പോകും. കളിക്കാരനെ പതുക്കനെ പുറത്തേക്ക് മുജീബെ മാറ്റും. ഓടിക്കാറോ കാർത്തിക പ്രബന്ധൂർ കാലാവസ്ഥ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓടിക്കാറുണ്ട്. ഉള്ളത്രയും തീരട്ടെ. കാർത്തിക പ്രബന്ധൂർ ഓടിക്കാറോ കടന്നു വരൂ. ഇവിടുന്ന് അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നു. യജാർന്ന ഹെർക്കുലീസ് വെമ്പായത്തിനെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു ലങ്ക ബോയ്സ് എങ്കിൽ മറുപുറത്ത് കാർത്തിക തിരുവനന്തപുരം. പ്രിയമുള്ളവരെ, തീർത്ത സങ്കടകരമായ നിമിഷമാണ്. നിങ്ങൾ ഈ ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തേക്ക് ഒന്ന് കണ്ണോടിക്കും. ആ നിറങ്ങളുടെ ആ പകിട്ടങ്ങളോടൊന്ന് കൈയടിച്ച് സ്വീകരിക്കും. വളരെ 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 സന്തോഷകരമായ സങ്കടകരമായ നിമിഷമാണ്. സിഗ്നേച്ചർ ഇവന്റ് നിതിൻ കെ കോമള സ്പോൺസർ ചെയ്ത കാർത്തിക ഇവന്റ് അതിമനോഹരമായ രണ്ട് ടീമുകൾ റെഡിൽ ബ്ലാക്ക് ചാടിച്ചുകൊണ്ട് സിംഹത്തിനെ അടയാളമായി സ്വീകരിച്ച് കാർത്തിക പ്രബന്ധൂര് മഞ്ഞയിൽ പച്ചയാടിച്ചുകൊണ്ട് ഇപ്പോൾ ഹെർക്കുലീസ് വെമ്പായം. അതിമനോഹരമായ ലാസ്റ്റ് ക്വാർട്ടർ ഫൈനൽ. കേവലം 5 മത്സരം മാത്രം അവശേഷിക്കുന്നു. നിറങ്ങളിൽ നീരാടിയെത്തിയ രണ്ട് ടോപ്പ് ക്ലാസ് ടീമുകൾ. എത്രയും പേര്
ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറവായ പറവന്തൂര് പതുക്കനെ മുന്നോട്ട് പോകാം. ചലഞ്ചില് രണ്ടുപേരും അകത്താണ് ഇത് സൂചിപ്പിക്കുന്ന നിറത്തിൽ കൂടെ സ്പീഡിൽ മുന്നോട്ട് പോകാം എന്ന് നമുക്ക് തരുന്ന അടയാളമായ പച്ചയും ചാലിച്ചുകൊണ്ട് കരുത്തിന്റെ ദേവനായി കൈയടിച്ച് സ്വീകരിക്കും. ഇതൊരു കാഴ്ചയാണ്. നിലപാടൂരിൽ ഇന്ന് കണ്ട കാഴ്ചയിൽ ഏറ്റവും മനോഹരമായ നിമിഷം. മനുഷ്യ ശരീരത്തിൽ നമുക്കറിയാം പ്രകാശത്തോട് പ്രതികരിക്കുകയും കാഴ്ച എന്ന അനുഭവം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു അവയവ നാഡി സെൻസറി വ്യവസ്ഥയുടെ ഭാഗമാണ് കണ്ണ്. കണ്ണിന്റെ ദൃഷ്ടിപാഠത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയുടെ തരംഗദൈർഘ്യം അനുസരിച്ച് അനുഭവിക്കുന്ന ഒരു തരംഗദൈർഘ്യം അനുസരിച്ച് ലഭിക്കുന്ന ഒരു അനുഭവമാണ് നിറം. അത് ഇപ്പോൾ ത്യാഗത്തിന്റെയും പ്രേമത്തിന്റെയും സോഷ്യലിസത്തിന്റെയും നിറമായ റെഡ് ഇപ്പോൾ പറവന്തൂരിൽ നിൽക്കുന്നു. ഇതാ പച്ചയിലും മഞ്ഞയിലും ചാലിച്ചുകൊണ്ട് കരുത്തിന്റെ ദേവനായി പറവന്തൂരും വെമ്പായവും അനന്തപുരയും ദേശികനാടും കരവാളും നേർക്ക് നേരെ കൂട്ടിയിടിച്ചിരിക്കുന്നു. പറയും ശക്തമായ ഒരു പോരാട്ട വിജയം കാഴ്ചവെച്ചുകൊണ്ടത് കൈയടിച്ചു കൊടുക്കും. അവിടെ തുടരുകയാണ്. കേവലം നാല് മത്സരം മാത്രം ഇവിടെ അവശേഷിക്കും. നമുക്ക് പോരാട്ടത്തിന്റെ അവസാന റൗണ്ട് ആര് പിടിക്കും എന്നറിയുവാൻ രോമാഞ്ചമുള്ള മത്സരത്തിൽ ഇപ്പോൾ ഈട് പതുക്കനെ വിളിച്ചു കൊണ്ടിക്കൊണ്ട് കൈ പിടിച്ചുകൊണ്ടിരുന്ന ഇതാ സജയനും വിഷ്ണുവും നിസാറും ചന്തവും സജനും സജവും നൂർവേനും ഷബിനും മാറ്റുരച്ചിരിക്കുന്ന മണിക്കൂറിന്റെ എല്ലാ ബോയ്സിന് വേണ്ടി ആളുകളെ ജയിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ കാന്തിയ പ്രവർത്തകരുടെ ഈ ഡ്രസ് കോഡ് ഇഷ്ടമായിട്ട് കൈകടിച്ച് സ്വീകരിക്കും. വളരെ പവർ നിറമായ 630 നാനോമീറ്റർ മുതൽ 740 നാനോമീറ്റർ വരെ വിദ്യുത് കാന്തിക വികരണ രാജി പ്രകാശത്തിന്റെ നിറവാണ്. ഈ ഏറ്റവും ദൂരം കാഴ്ചയിൽ ഉപയോഗിക്കുന്ന ഗതാഗത വിളക്കിൽ തടസ്സത്തിനെ സൂചിപ്പിക്കുന്ന നിറം മാണിക്യക്കല്ലിന്റെ നിറം റെഡാണ്. രക്തത്തിന്റെ നിറം റെഡാണ്. സർവോരി പോരാളികളുടെ നിറവ് റെഡാണ്. ചെറുപടകളായി പറവന്തൂരിന്റെ ഉഗ്ര പ്രതാപികൾ ഒരു സൈഡിൽ. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ നിങ്ങൾ ധാരാളം ടൈമിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു നേരം കണ്ണിൽ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പച്ച നിറത്തിലേക്ക് നോക്കിയിരുന്നാൽ കണ്ണിന്റെ സ്ട്രെയിൻ മാറുമെന്നൊരു ചൈനീസ് ചികിത്സാ രീതി തന്നെ കൈയടിച്ച് തീർക്കും. അതിന്റെ കൂടെ ആ പീത വർണ്ണവും ചാലിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് ശക്തന്മാരാണ് നേർക്ക് നേരെ കൂട്ടിയിടിച്ചിരിക്കുന്നു. വിജയത്തിന്റെ പടക്കോട്ടയിൽ ആര് സെമി ഫൈനലിലേക്ക് വിഷ്ണു റിമേറ്റ് അവിടെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തായാലും അകത്തായാലും തൂക്കച്ചെട്ടി ഇപ്പോൾ ഇവിടെ എത്തും. ഷഫീഖ് നിങ്ങൾ ബാക്കിളിക്കാരെ നോക്കും. ബാക്കിളിക്കാരൻ മടുത്തില്ല. ഞാൻ കൊടുത്തു കുഞ്ഞമണി കൈയടിച്ച് പുറത്താക്കി. അതിമനോഹരമായ ലാസ്റ്റ് സുധീറുണ്ടാക്കിയത് ക്വാർട്ടർ ഫൈനൽ ഇവിടെ തുടരുകയാണ്. രണ്ട് സുപ്രീം പവർ രണ്ട് ടീമുകൾ മണിയൊക്കെ കൈയടിച്ചു കൊടുക്കും. ഇതാ സ്പോൺസർ ചെയ്തിരിക്കുന്ന 47ാമത് വാശിയ ഒരു പോരാട്ടത്തിലേക്ക് സജീൽ മുന്നേറിച്ചുകൊണ്ടത് വാശിയേറിയ ഓപ്പണിൽ അത് കൈയടിച്ചു കൊടുക്കും. പോരാട്ടം ഇവിടെ തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ടോപ്പ് ടീമുകൾ കൊടിയടിച്ചതിൽ ഇപ്പോൾ വിജയിച്ചേറി സെമി ഫൈനൽ വിജയിച്ച ചെറുവൽപ്പം 481 പോയിന്റ് 100 ഗ്രാം 900 ഗ്രാം കുറവ് വിജയിച്ചാൽ പ്രഖ്യാപിച്ചിരിക്കുന്നു.
പ്രിയമുള്ളവരെ, ക്വാർട്ടർ ഫൈനൽ സമാപിച്ചിരിക്കുന്നു. വാശേരി പോരാട്ടമില്ല. സെമി ഫൈനൽ പോരാട്ടങ്ങളുടെ ആഘാതത്തിൽ ആരംഭിക്കുന്നു. ചീഫ് റഫറി നിരീക്ഷകർ ജപ്പാനിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, 32 താരങ്ങള്, 4 ദേശങ്ങൾ, 320 കളിക്കാര് നമ്മളോട് ഇവിടെ വാങ്ങി കഴിഞ്ഞു. 11,111 രൂപയിൽ നിന്ന് കളിക്കുന്നു. കളി വിജയം 33,333 രൂപയിലേക്കും കലാശപ്പോറിലേക്ക്. 1-ാം നമ്പർ കോട്ടപ്പള്ളി വിനേഷ്, വൈക്കം ചന്ദ്രമല കാട്ടാക്കട തിരുവനന്തപുരം. 3-ാം നമ്പർ വിനേഷ്, സഹൃദയ ഗ്രവാള് സ്പോൺസർ ലയൻസ് പെരിയ കാസർഗോഡ്. ഓടിക്കയറും ആദ്യ സെമി, ഓടിക്കയറും. കാലാവസ്ഥ ശ്രദ്ധിക്കണം, നിങ്ങൾ ഓടിക്കയറും. ആദ്യ സെമി ലയൻസ് പെരിയ, വൈക്കം ചന്ദ്രമല ഫൈനൽ ഗോൾ. 2-ാം നമ്പർ വിനേഷ്, ചെറുപുഷ്പം വെള്ളട മുന്നാമ്പായി സ്പോൺസർ ചെയ്ത ടീം. 4-ാം നമ്പർ വിനേഷ്, ഹെർക്കുലീസ് വെമ്പായം രംഗാബോയ് സ്പോൺസർ ചെയ്ത ടീമോ. 2-ാം നമ്പർ സെമി ഫൈനൽ. ആദ്യ സെമി ഫൈനൽ പോരാട്ടമില്ല. മലർവാടി ലങ്കാബോയ്സ് അനീക്ഷരമാക്കിയ അഖില കേരള വടംവലി മത്സരത്തിന്റെ ആദ്യ സെമി ഫൈനൽ പോരാട്ടം. കൈയടിച്ച് സ്വീകരിക്കൂ. ഇതാ അവർ വരികയാണ്. പ്രിയമുള്ളവരെ, കൈയടിച്ചു കൊടുക്കൂ. ആവേശപരമായ ഈ മഹനീയമായ മലർവാടിയുടെയും ലങ്കാ ബോയ്സിന്റെയും കളിത്തട്ടകത്തിലേക്ക് ഇതാ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുകയാണവർ. ഇതാ ആദ്യ സെമി ഫൈനൽ പോരാട്ടം. ലയൻസ് പെരിയ കാസർഗോഡ് വേഴ്സസ് വൈക്കിംഗ് ചന്ദ്രമംഗലം. സജീർ പട്ടാളമാര് ഷാജർ അലിക സ്പോൺസർ ചെയ്തിരിക്കുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കട ഇരട്ടിവരെ കൈയടി സ്വീകരിക്കും. മത്സര വിജയം കലാശ പോരാട്ടത്തിലേക്കും അന്തിമ യുദ്ധത്തിലേക്കും. 2-ാം നമ്പർ സെമി ഫൈനൽ ലങ്കാ ബോയ്സ് സ്പോൺസർ ചെയ്യുന്ന ഹെർക്കുലീസ് വെമ്പായം വേഴ്സസ് പൊന്നാബായി സ്പോൺസർ ചെയ്തിരിക്കുന്ന ചെറുപുഷ്പം വെള്ളറട നെയ്യാറ്റിൻകര. ആദ്യ സെമി ഫൈനൽ ലയൻസ് പെരിയ. മണി ഒന്ന് കൈയോർത്തു. മണി എല്ലാവരും കൈയടിച്ച സ്ഥിതി. മണി കൈയോർത്തു. തീർച്ചയായിട്ടും അഖിൽ, അശ്വൻ, വിജേഷ്, ശിവജിത്ത്, വിനോദ്, സഹൃദയ കരവാള് സ്പോൺസർ ചെയ്തിരിക്കുന്നു. വാർത്തകളിൽ അജിത്ത് മണിയാറ്, സജിത്, സന്ദീപ്, ഷിബു, ലല്ലു, സജു, രഞ്ജിത്ത് ആൻഡ് സയൻസ് കോച്ച് ബിപിൻ. സൈഡിൽ കോച്ച് സമിതി. പ്രിയമുള്ളവരെ, റൂട്ട് ടു ഫൈനൽ മലർവാടി ആൻഡ് ലങ്കാ ബോയ്സ് കരവാളൂര് കൊല്ലം അണിയിച്ചൊരുങ്ങിയ ഐതിഹാസികമായ അഖില കേരള വടംവലി മത്സരത്തിന്റെ ആദ്യ സെമി ഫൈനൽ. പ്രിയമുള്ളവരെ, പുളിയൂർ നഞ്ചില്ലക്കുള്ള വഴിത്താര സെൻട്രൽ ഭാഗത്ത് ഇപ്പോൾ വെള്ള ജേഴ്സി ധരിച്ചുകൊണ്ട് സിംഹത്തിന്റെ പേരിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിൽ നിന്ന് എത്തിച്ചേർന്ന ലയൺസ് പെരിയ ഒരു സൈഡിൽ ഇതാ മൺസൈഡിൽ റെഡിലും ബ്ലാക്കിലും കാസർഗോഡിന് എതിരെ സൗത്ത് എൻഡിൽ നിന്ന് കാണ്ടാക്കട. പ്രിയമുള്ളവരെ, ഒന്ന് കൈയടിച്ചെടുക്കും. ചോരത്തലപ്പിൽ വാർന്നെടുത്ത കമ്പക്കയറുള്ള തമ്പുരാക്കന്മാരുടെ ആദ്യ സെമി ഫൈനൽ പോരാട്ടത്തിൽ 8-16 കരിങ്കാലി കൂട്ടങ്ങൾ. ഒന്ന് കൈയടിച്ചെടുക്കും. മനോഹരമായ സെമി ഫൈനൽ. പ്രിയമുള്ളവരെ, ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. അതെ, ഇതൊരു ചരിത്ര നിമിഷത്തിലേക്ക് മാറുകയാണ്. അങ്ങനെ ഓടിച്ചിട്ടുകൊണ്ട് ഇതാ മൂവ്മെന്റ് ചെയ്യുന്ന ലയൺസ് പെരിയ കാസർഗോഡ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പോലെ ഈ രാജകീയമായ കൊട്ടാരത്തിൽ ആദ്യ സെമി ഫൈനൽ ജയിച്ചേറി ലയൺസ് മുന്നോട്ട്. രണ്ടാം സെമി ആദ്യ സെറ്റ് മത്സരം കരസ്ഥമാക്കി
സെമി ഫൈനൽ എന്ന രാജകൊട്ടാരത്തിൽ ഫൈനൽ പിടിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ട് വന്നു. ആദ്യ സെറ്റ് മത്സരം കരസ്ഥമാക്കി ലയൺസ് പെരിയ കാസർഗോഡ് ടീം ലീഡ് ചെയ്യുന്നു. രണ്ടാം സെറ്റ് പോരാട്ടങ്ങൾക്കായി രണ്ട് ടീമുകളും കോട്ട് ചേഞ്ച് ചെയ്ത് ലൈനപ്പ് ആവുകയാണ്. രണ്ടാം നമ്പർ സെമി ഫൈനൽ മാറ്റിവെക്കേണ്ട ലങ്ക ബോയ്സിന്റെ കൈയും പിടിച്ചെത്തിയ HR എന്ന ഹെർക്കുലീസ് വെമ്പായം ചെറുപുഷ്പം വെള്ളറട 5-17 ആദ്യ സെമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും 5-16 ആയിട്ടുള്ളൂ. ഇവിടുത്തെ ഔദ്യോഗിക വാച്ചിൽ ഇപ്പോൾ 5:19 കളി ഇവിടെ തുടരുക. അടുത്ത സെമി ഫൈനൽ ചെറുപുഷ്പം വെള്ളറ എൻട്രൻസ് ബോഡി സംഘാടകരെ ശ്രദ്ധിക്കുക. ആദ്യം 9 മുതൽ 16 വരെയുള്ള ക്യാഷ് അവാർഡുകൾ വേദിയിലെത്തി. കൺഫ്യൂഷൻ ആകരുത്. 9 മുതൽ 16 വരെയുള്ള ക്യാഷ് അവാർഡുകൾ ഈ വേദിയിലെത്തി. കളി തുടരുകയാണ്. പോരാട്ടം ഇപ്പോൾ അതിന്റെ എല്ലാം തന്നെ ഒരു റൗണ്ടിലേക്ക് മാറി മറിഞ്ഞിരിക്കുന്നു. കിരീട ഏത് ഭാഗത്തേക്ക് നീങ്ങുമെന്നറിയാനുള്ള ഒരു ചെറിയ സൂചന പോലും നൽകാതെ ഇപ്പോൾ അനന്തപുരയും കാസർഗോഡും തമ്മിൽ കൂട്ടിയിടിച്ചത് ഇതിൽ വെച്ച് ആദ്യ കളി വിജയിച്ച് ലയൺസ് പെരിയ ലീഡ് ചെയ്യുന്നു. ഒട്ടും വിട്ടുകൊടുക്കുവാൻ തയ്യാറില്ലാതെ ഫൈറ്റ് ടെമ്പർമെന്റിലൂടെ നെല്ലൂരിന്റെയൊക്കെ മുഖഭാഗത്ത് നമുക്ക് അറിയാൻ സാധിക്കും. അജിത്തമണിയാറൊക്കെ കൂളായിട്ടാണ് നിൽക്കുന്നത്. അതിമനോഹരമായി ആശയുടെ പര്യായമായി മാറി സഹൃദയ കരവാളൂര് സ്പോൺസർ ചെയ്ത ലയൺസ് പെരുവ ഇപ്പോൾ ലീഡ് ഉയർത്തിയിരിക്കുന്നു. അതിമനോഹരമായി കളിച്ചുകൊണ്ട് മണിയും വിശ്വവും ചന്ദ്രനും അഖിലും അശ്വനും വിജയിച്ച ശുഭജിത്തും വിനോദ് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള ഐത്തമണിയാർ സജനും സന്ദീപും ശിവവും ലല്ലവും സജവും രഞ്ജിത്ത് സായന്ത് വിഭിന്ന ഫൈനലിൽ നിങ്ങളൊന്ന് കൈകടിച്ച് സ്വീകരിക്കണം. ഫൈനലിൽ കയറി പോരാട്ടത്തിലേക്കില്ല. രണ്ടാം നമ്പർ സെമി ഫൈനൽ വെമ്പായം തിരുവനന്തപുരം ചെറുപുഷ്പം വെള്ളറട സ്പോൺസർ ചെയ്തിരിക്കുന്നു. സ്പോൺസർ ചെയ്തിരിക്കുന്നു ചെറുപുഷ്പം വെള്ളറട. യെസ് രണ്ടാം നമ്പർ സെമി ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുവാനായി കടന്നു വരികയാണ് അവർ. പ്രിയമുള്ളവരെ, കൈയടിച്ചതിന് നമുക്ക് വരവേൽക്കാം. രണ്ട് ടീമുകൾ നിരവധി അനവധി കോട്ടുകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര ചാർത്തിക്കൊണ്ട് ഏറ്റുമുട്ടിയ കളിക്കളങ്ങളെല്ലാം തന്നെ പ്രകടനം ഗംഭീരമാക്കിയപ്പോൾ തീപാറുന്ന മത്സരങ്ങളാക്കി മാറ്റിയ രണ്ട് ടീമുകൾ ഇതാ മണുക്കുവിന്റെ കൈ പിടിച്ച് HR വരികയാണ്. ഇതാ ചെറുപുഷ്പം ചെറിയ പുഷ്പങ്ങളായി കടന്നുവന്ന് ഈ വടംവലി പ്രസ്ഥാനത്തിന് അധികം കാണിക്കുവാൻ ഇനി ഏറെയുമുണ്ടോ എന്ന് കാണിച്ചു തന്ന ഒരു ടീമാണ് പച്ചപ്പരുന്തുകൾ എന്ന നാമധേയം വടംവലി കേരളത്തിന് സമ്മാനിച്ച ചെറുപുഷ്പം വെള്ളറട ാക്കിയിരിക്കുന്നു. കൈയടിച്ച് സ്വീകരിക്കൂ. പ്രിയമുള്ളവരെ, ലങ്ക ബോയ്സിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നാബായിയുടെ കൈ പിടിച്ചുകൊണ്ട് ചെറുപുഷ്പം തെക്കൻ കേരളത്തിന്റെ സെമി ഫൈനലാണെന്ന് മാത്രം അതിമനോഹരമായി സമീപ സ്ഥലത്ത് നമുക്ക് മുന്നിൽ കൂട്ടിയിടിച്ചതാണ്. ആവേശം ഇളമ്പലിൽ മാറ്റുരച്ച് അത് വിജയം ഫൈനലിൽ ചെറുപുഷ്പത്തിനോടൊപ്പം വീണ്ടും നേർക്കുനേരെ കൂട്ടിയിടിച്ചുകൊണ്ട് ഇളമ്പലിന്റെ വളരെ അടുത്തുള്ള ദേശമായ കരവാള് കലാകലി കരവാളൂർ അണിയിച്ചൊരുക്കിയ മത്സരത്തിന്റെ ചാമ്പ്യന്മാരാണ്
ഹെർക്കുലീസ് അലയൻസ് ഇളമ്പൽ സംഘടിപ്പിച്ച മത്സരത്തിൽ ചാമ്പ്യന്മാരാണ് ചെറുപുഴ. നിങ്ങൾ രണ്ട് ടീമിനെ ഒന്ന് കൈയടിച്ച് ആദ്യം ഒന്ന് വരവേൽക്കും. കാലാവസ്ഥ നമുക്ക് ശ്രദ്ധിക്കണം. സർവശക്തന്റെ അനുഗ്രഹത്താൽ കാണികളും നമ്മളും എല്ലാം കപ്പിന് ചുണ്ടിനും മധ്യത്ത് നിൽക്കുന്നു. കളി ഒരു ഇതിലേക്കുള്ള ഒരു വേഗതയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. പോരാട്ടം തീർന്നിട്ടില്ല, തുടങ്ങുന്നേ ഉണ്ട്. അടുത്ത പ്രിയമുള്ളവർ, ആദ്യത്തെ ബെസ്റ്റ് ഓഫ് 1 9ാം സ്ഥാന മത്സരം ഓൾറെഡി ഔട്ട് ഓഫ് ഗെയിം. കിങ്ഫിഷർ കിളിമാനൂർ ഫാൽക്കൺസ് പൊഴിയൂർ എൻട്രൻസ് റിപ്പോർട്ട് ചെയ്യാം. ചെറുപുഷ്പം വെള്ളറ കാവുള ആന്ധ്ര പുട്ടു ടൗൺ താമരകുളം നവജീവൻ ചാലഞ്ച്. ആവേശസൂചകമായ ആദ്യ സെമി. നിങ്ങളെല്ലാം ഒന്ന് കൈയടിയോടെ സ്വീകരിക്കും. ആരംഭിച്ചിരിക്കുന്നു. വിഷ്ണുനാമാക്കൾ അങ്ങനെയൊന്നും തീർന്നല്ല. പല കണക്കുകളും പുറത്തേക്ക് തീർക്കുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ഈ പുതുവത്സരത്തിൽ നമുക്ക് വേണ്ടി ജനുവരി ആദ്യ ആഴ്ചയിൽ അണിയിച്ചൊരുങ്ങിയ പലർവാടിയുടെ ലങ്ക ബോയ്സിന്റെയും പിള്ളേര്, പ്രത്യേകിച്ച് ലങ്കയിലെ പിള്ളേർ അണിയിച്ചൊരുങ്ങിയ അഖില കേരള വടംവലി മത്സരം ഉന്നാബായി സ്പോൺസർ ചെയ്ത ചെറുപുഷ്പത്തിന് വേണ്ടി വാസു എന്ന സന്തോഷ്, ഇലക്ട്രിമയം ഫ്രണ്ട് കളിക്കാരൻ PMC കാണാൻ ഡൈനമറ്റ് ഇടവേറ്റിൽ അതിമനോഹരമായി ആരെയും വെല്ലുവിളിക്കുന്ന അനീഷ്, 4ാം നമ്പറിൽ ഉരുക്ക് പോരാളി വിനീത്, 5ൽ സബിൻ, 6ൽ പ്രിയമുള്ളവരെ സന്തോഷ് കാണ്ടാക്കളെ 7ൽ നിൽക്കുന്നു. ഉരുക്ക് പ്രതാപിയായി രഞ്ജിത്ത് കാണ്ടാക്കളെ ബായിക്ക് പാറ പോലെ നിൽക്കുന്ന അതിമനോഹരമായ കളിക്കാരൻ അന്തോകേഷൻ കോച്ച് സബിൻ. സൈഡിൽ പ്രിയമുള്ളവരെ എന്ത് മനോഹരമായിട്ട് ഫ്രണ്ട് പിടിച്ച നാമുഖം വേണ്ടിയ കളിക്കാരൻ ഇതാ സജയൻ, വിഷ്ണു, അനീഷൻ, നിസാറ്, ചന്തു, സജയൻ, സജു, നൂറിൻ, ഷബിൻ, കോച്ച് മണകു, സപ്പോർട്ട് അനൂപേങ്കവണ 7 ഉയർത്തിയിരിക്കുന്നു. കരുത്തിന്റെ വേണ്ടി കാന്റേഷൻ ഒന്ന് കൈയടിച്ചു കൊടുക്കും. വാർ വിളിച്ച് അംഗക്കച്ചകെട്ടി ഫോർക്കളത്തിൽ പോന്നിറങ്ങുന്ന അംഗച്ചേവകന്മാർ പോലെ അടിമകാത്ത അടവുകളും ചൂടുകളുമായി വടംവലി കൂട്ടങ്ങൾ മാറിയ രണ്ട് കരിക്കാരി കൂട്ടങ്ങൾ 16 മനോഹരമായ സെമി ഫൈനൽ. ഇരുമ കാണുന്ന അവസ്ഥയാണ് ഇവർ നമ്മൾ കാണുന്നത്. പരസ്പരം ഇത്രയും റിവഞ്ചുള്ള രണ്ട് ടീം വേറെ ഇല്ല. അത്ര ഒരു സ്പോർട്സിന്റെ സർവ്വഭാഷയും ഇതാ പോരാട്ടവും മത്സരത്താലോചിച്ചുകൊണ്ട് മനസ്സങ്ങനെ പൂത്തുമ്പി പോലെ പാളിപ്പറന്ന് നടക്കുന്നു. എവിടെ നിന്നുമാണ് ഇത്? നിന്നുമാണ്. അതെ, എടുത്ത സൈഡിൽ 5 തർക്കങ്ങളുടെ നാളെ 5 നിൽക്കുന്നു. അടുത്ത സൈഡിൽ തൂക്കുപാലത്ത് സർജൻ ആൽബർട്ട് ഹെൻറി, കല്ലടയാറിന് പുറകെ 2 തൂണിൽ താങ്ങെത്തിയ തൂക്കുപാലത്തെ നാട്ടിൽ ഇന്ത്യയിൽ സെൻട്രലായ കരവാളൂരിൽ ഇപ്പോൾ 2 പടക്കുള്ള ടീമുകൾ ആദ്യ സെമി ഫൈനലിൽ നൃത്തം ചെയ്യുന്ന പ്രിയമുള്ളവരെ സ്വീകരിക്കൂ. വാശിയേറിയ പിരിച്ചെടുത്ത അമ്പക്കയറിന്റെ ഇരുവശവും പോരടിക്കുവാൻ അടരാടിയ പടക്കങ്ങളെല്ലാം ഇടപേരി മുടക്കിയ 8 16 കായിക താരങ്ങൾ ഇതാ കൈയടിച്ചു കൊടുക്കും. മാറി മറിഞ്ഞിരിക്കുന്നു പ്രിയമുള്ളവരെ. ഇപ്പോൾ 16 പടക്കുതിരകൾ നേർക്കുതിരകൾ വന്ന് വിളിച്ചിരിക്കുന്നു. ഈ പടക്കോട്ടയിൽ ആര് വാഴും എന്നറിയുവാനുള്ള രോമാഞ്ചമുണർത്തുന്ന സെമി ഫൈനൽ നേർക്കുനേരെ വെല്ലുവിളിച്ചിരിക്കുന്നു. കൈയടിയോടെ സ്വീകരിക്കും. ദശാവതാരങ്ങൾ, നവരസങ്ങൾ, അത്തരഗതങ്ങൾ, 7 സ്വരങ്ങൾ, 6 രുചികൾ, 5 പ്രിയങ്ങൾ, 4 വേഗങ്ങൾ, 4 ധ്രുവങ്ങൾ, ഓളാണ്ടുകൂടെ നക്ഷത്രങ്ങൾ. സൂര്യൻ ഒന്ന് മാത്രം കരവാളുവിന്റെ സൂര്യനായി മാറുന്ന ആര്? അതേ വിഷ്ണു
തീർച്ചയായിട്ടും ചക്രപാദങ്ങളാൽ കോട്ടെ ചുംബിച്ചുകൊണ്ടിതാ രണ്ട് ടീമുകൾ കൈയടിച്ചു കൊടുക്കുക. ആവേശഭരിതമായ അത് കൈയടിച്ചു കൊടുക്കുക. രണ്ട് ടീമുകൾ മുഖാമുഖം കണ്ടുമുട്ടിയാൽ പിന്നെ യാതൊരുവിധ കോംപ്രമൈസിന് തയ്യാറല്ല അവർ. വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടിതാ രണ്ട് ടീമുകൾ ഇതാ ഇഞ്ചോടിഞ്ച് അവസാനിക്കുന്നില്ല. കൈയടിച്ചു കൊടുക്കാൻ തയ്യാറുള്ള രണ്ട് ടീമും ഒപ്പത്തിനൊപ്പം കട്ടക്കെട്ടെങ്കിലും ചെയ്യുന്നു. കരുത്തിന്റെ ദേവനാണ്. കേവലം 14-ാമത്തെ വയസ്സിൽ സിംഹത്തിനെ കൊന്നതിന്റെ ഗോൾ വലിച്ചു എറിഞ്ഞവനാണ് ആദ്യകളെ നേടി. കൊച്ചുമണി ശ്രദ്ധിക്കാത്ത സുലൈമാനി എത്തിച്ചേർന്നു. ഒരു സ്പെഷ്യൽ അഭ്യർത്ഥനയാണ്. കളി ഇവിടെ തുടരുകയാണ്. ഈ കുളികൾ അങ്ങോട്ട് കൊടുക്കും. തീവ്രമായൊരു മത്സരം കാഴ്ചവെച്ച് ആദ്യ സെമി ഫൈനൽ രണ്ടാം നമ്പർ ലീഡുകളുണ്ട്. HR ഹെർക്കുലീസ് ലീഡ് ചെയ്യുന്നു. രണ്ടാം സെറ്റ് പോരാട്ടങ്ങൾക്കായി ഇരു ടീമുകൾ കോട്ട് ചേഞ്ച് ചെയ്ത് നേരമാവും. 5 മിനിറ്റിന് അതിൽ കൂടുതൽ റെസ്റ്റ് കൊടുക്കാം. മഴ പെയ്യാതെ നോക്കിക്കോണം. ഓക്കെ, അതിന്റെ ഉത്തരവാദിത്തം ഞാൻ താങ്കൾക്ക് വിട്ടുതന്നു. പോകുന്ന പോക്കിൽ സുലൈമാനിയുടെ കാര്യം മറക്കരുത്. പ്രിയമുള്ളവരെ, ഇവിടുത്തെ സമ്മാനത്തുകകളും എവറോളിക് ട്രോഫികളും ശ്രീ വിഷ്ണു നാവായിക്കോന്ന് പരിചയപ്പെടുത്തിക്കാം. സമ്മാനത്തുക വിളിച്ചോ. ഒന്നാം സമ്മാനം 55,555 രൂപ. സ്പോൺസർ ചെയ്യുന്നത് ലങ്ക ബോയ്സ് ആൻഡ് മലർവാടി ക്ലബ്ബാണ്. ട്രോഫി സ്പോൺസർഡ് ബൈ വിപിൻ ലങ്ക ബോയ്സ്. രണ്ടാം സമ്മാനം 33,333 രൂപ. സ്പോൺസർ ചെയ്യുന്നത് ഗാലക്സി ഹോളിഡേയ്സ്. ട്രോഫി പ്രേംചന്ദ് ഇടക്കുത്ത്. മൂന്നാം സമ്മാനം 22,222 രൂപ. സ്പോൺസർഡ് ബൈ ഡെൻസൺ അഭിനന്ദൻ അജു ലങ്ക ബോയ്സ്. ട്രോഫി അജമൽ മണലിപ്പച്ച. നാലാം സമ്മാനം 11,111 രൂപ. ജിജോ മോൻ, ഷൈജു മോൻ, സ്വാതി മോൻ സ്പോൺസർ ചെയ്യുന്നു. ട്രോഫി അച്ചു, കിച്ചു, ജാനു ലങ്ക ബോയ്സ്. അഞ്ചാം സമ്മാനം 9,999 രൂപ. അൽഫൻ ആദശ വലിയ വീട്ടിൽ കരവാളൂർ. ആറാം സമ്മാനം 8,888 രൂപ. KGR JM ബെല്ലിയോൺ പ്രൈവറ്റ് ലിമിറ്റഡ് സ്പോൺസർ ചെയ്യുന്നു. ഏഴാം സമ്മാനം 7,777 രൂപ. ജിജോ മോൻ ലങ്ക ബോയ്സ് സ്പോൺസർ ചെയ്യുന്നു. എട്ടാം സമ്മാനം 6,666 രൂപ. സ്പോൺസർ ചെയ്യുന്നു വൈമാർ ഒമാൻ മസ്കറ്റ് സിറ്റി. ഒൻപതാം സമ്മാനം 5,555 രൂപ. സ്പോൺസർ ബൈ ഷൈജുമോൻ ലങ്ക ബോയ്സ്. പത്താം സമ്മാനം 4,444 രൂപ. ശ്രീനാഥ് ലങ്ക ബോയ്സ്. 11ാം സമ്മാനം 3,333 രൂപ. സ്പോൺസർ ചെയ്യുന്നു വസീം കൊട്ടാരക്കര. 12ാം സമ്മാനം 2,222 രൂപ. പ്രേംചന്ദ് ഇടക്കൂർ നൽകുന്നു. 13ാം സമ്മാനം 2,222 രൂപ. ഡോറിയ യാട്രിക് കരവാളൂർ നൽകുന്നു. 14ാം സമ്മാനം 2,222 രൂപ. സജി പന്താംകുളം കരവാളൂർ നൽകുന്നു. 15ാം സമ്മാനം 2,222 രൂപ. അഖിൽ ഫിലിം ലങ്ക ബോയ്സ് ആൻഡ് സുനിൽ മറുപുറം ലങ്ക ബോയ്സ് നൽകുന്നു. 16ാം സമ്മാനം 2,222 രൂപ. HFC ജെൻസ് ബ്യൂട്ടി പാർലർ അൻഷൽ ലജു സാം ശ്രീകുട്ടൻ നീലമാൾ നൽകുന്നു. അങ്ങനെ സമ്മാനങ്ങൾ മുഴുവൻ നൽകിയ മുഴുവൻ വ്യക്തിത്വങ്ങൾക്കും ഈ അവസരത്തിൽ സംഘാടക സമിതിയുടെ പേരിലും ഓൾ കേരള ടഗ് ഓഫ് വാർ അസോസിയേഷന്റെ പേരിലുമുള്ള 1,000 നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ വടംവലി ഇവിടെ സംഘടിപ്പിക്കുവാൻ വേണ്ടി
ആത്മാർത്ഥമായി നമ്മോടൊപ്പം കൂടെ നിന്ന നമ്മുടെ അൻവർ ചെല്ലൂർ, അതുപോലെ തന്നെ ഇതിന്റെ സംഘാടക സമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കൾ, നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. പ്രവാസികളുള്ളത് കൊണ്ടാണ് ഈ മത്സരം കൂടെ വിജയിച്ചത്. അദ്ദേഹം പറഞ്ഞ കാര്യമാക്കണ്ട, നമ്മള് ചെറുപ്പത്തിന് കുടികൾ എത്തിച്ചോളൂ, കുടികൾ എത്തിച്ചോളൂ. നിങ്ങൾ ഇനിയാണ് പ്രവർത്തിക്കേണ്ടത്. എത്രയാണ് കുടികൾ എത്തിച്ചോളൂ. നമ്മള് ദയവായിട്ട് സമീറ, നമ്മളൊരു അല്ല എന്റെ സംഘടന വെള്ളം കൊണ്ട് നിങ്ങളത് വ്യക്തി ബഹുമാനത്തോടെ സ്വീകരിക്കണം. ഒരു റിക്വസ്റ്റ് ആണ്. അവന്റെ കാര്യം, അദ്ദേഹത്തിന്റെ കാര്യം വീട്. ഞങ്ങൾ ക്ഷമ പറയും. നിങ്ങൾ വെള്ളം എത്തിച്ച് വെള്ളം കൊണ്ടുവരും. ഞാൻ നേരത്തെ ഉത്തരവാദിത്തമുള്ള വാളണ്ടിയേഴ്സിനകത്ത് നിൽക്കും. ഒരു മത്സരം വെക്കുമ്പോൾ അത് നമ്മൾ ബിഹേവിയർ ചെയ്യാൻ ഇവിടെ പഠിക്കണം. വെള്ളം എത്തിക്കും. വെള്ളം കുടിച്ചതിന് ശേഷം മത്സരിച്ചാൽ ഞങ്ങൾക്ക് അല്ലെ ഒരു വിഷമാവും. അത് മാറ്റാം. കളിക്കളത്തിൽ വിഷയം ഉണ്ടാക്കേണ്ടത്. കുടികൾ എത്തിയിട്ടുണ്ട്. സംഘാടക സമിതിനകത്ത് കാണാം. ഇവനൊക്കെ ഇനി അകത്ത് കാണണം. മുന്നേക്ക് അകത്ത് കാണണം കേട്ടോ. സംഘാടക വെള്ളം എത്തിക്കും. നിങ്ങളെല്ലാം ഒരു തുണി കയറുക. അദ്ദേഹം ഒരു മണി ആവശ്യമില്ല. രണ്ട് സംസാരം കളിക്കാർക്ക് കുടികൾ എത്തിച്ചോളൂ. അതിന്റെ ദേവോ ഇത്രയും നേരം നിറഞ്ഞു മത്സരിക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. നമുക്ക് ആ കഴിവ്. അപ്പൊ നമ്മൾ ആ കഴിവുള്ളവരെ നമ്മൾ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക. ഇനി കാലാവസ്ഥ നോക്കാനൊക്കെ ഒത്തില്ല. മത്സരം തീരുമ്പോ തീരും. കാണാൻ വെയിറ്റിൽ പിടിക്കുന്നതാണ് നമ്മൾ വാരിയൊന്നും മത്സരം നടത്താനൊക്കെ. നിങ്ങളെല്ലാം കണ്ടിട്ടുള്ളതാണല്ലോ. ഈ കണക്ടർ ഈ കേബിൾ മത്സരം സംഘടിപ്പിക്കുന്നത് നിസ്സാരമായ കാര്യമല്ലാതെ വിഷ്ണു നമുക്കത് ഇങ്ങനെ പറയാം. ചുവരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം വരയ്ക്കാൻ. ചുവരെന്ന് പറഞ്ഞാൽ ആരാണ്? സംഘാടക സമിതി. അവരൊരു കളി അണിയിച്ചൊരുക്കും. നമ്മൾ ഉൾപ്പെടാവുന്ന അവിടെ റെഫറി ചെയ്യുന്നു. നമ്മളതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയുന്നില്ല. വളരെ വീടുവിടാന്തരം ചെന്ന് കളക്ഷൻ ചെയ്തുകൊണ്ട് പലതുള്ളി പെരുവെള്ളം പോലെ കൊണ്ടുവരുന്ന പൈസയാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ചെലവ്. പ്രൈസ് മണി മാത്രമല്ല, ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കും. പ്രൈസ് മണിയുടെ ഡബിൾ ആണ് അതിന്റെ ചെലവ്. അതൊരു നിസ്സാര ഒരു ഭഗീരഥ പ്രയത്നമാണ് ഇവരിവിടെ നടത്തിയതിന് ഒരു പിക്സലുണ്ട്. കേവല മത്സരങ്ങളുടെ ഒരു അസാരസ്യങ്ങൾ ഉണ്ടാകരുത്. എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇവിടെ നമ്മളുടെ CP പ്രൊമോട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ പുറത്തെ ലെങ്ത് കൂടെ ഒന്ന് മനസ്സിലാക്കിക്കോണം. നിങ്ങൾ അതനുസരിച്ച് പ്രൊമോട്ട് ഇറങ്ങാവുള്ളൂ. പ്രിയമുള്ളവരെ, രണ്ടു പേരെ നമ്മൾ കൈയടിച്ച സ്വീകരിക്കും. ആരും വിജയിച്ചോണ്ട് ആരും തോറ്റോണ്ട് കൈയടിച്ച സ്വീകരിക്കും. അങ്ങനെ രസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമല്ല. രസിപ്പിക്കുന്നവരുടെ ഉള്ളം കഴിഞ്ഞു. കാരണം തന്റെ ദേശം വിജയിക്കണമെന്നുള്ള ഒരു അടങ്ങാത്ത അഭിനിവേശം. ഏതൊരു മത്സരാർത്ഥിയും ജയിച്ചു കളി കഴിയുമ്പോൾ അവന്റെ മനസ്സ് ഉള്ളം തുടിക്കും. എന്റെ ദേശം ഒന്ന് വിജയിച്ച് കാണുവാൻ. അതേ പ്രിയമുള്ളവരെ, നമ്മൾ സെമിയിലേക്ക് ഇതാ തിരികെ എത്തിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മുന്നിൽ ആവൽ ലങ്കയുടെ കൈയും പിടിച്ചുകൊണ്ടെത്തിയ സ്വഭാവം സജയം മുന്നിൽ നയിച്ചുകൊണ്ട് വിഷ്ണുവും നിസാറും ഇതാ ചന്തവും സജിനും സജവും നൂർദേനും ശബിന് കോച്ച് മണുക്കും. ഇതാ മത്സരത്തിൽ ഒരു പടയാളി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. പ്രിയമുള്ളവരെ, സന്തോഷത വാസു. രണ്ടാം നമ്പറിൽ ഡൈനമിക് പ്ലെയറായി നിൽക്കുന്ന PMC കണ്ണൻ. മൂന്നാം നമ്പറിൽ നമ്മുടെ പ്രിയങ്കരനായ അനീഷ്. നാലിൽ വിനീത്. അഞ്ചിൽ സബിൻ. 6 സന്തോഷ് കാണ്ടാക്കട. വെട്ടേറ്റാൽ കൂട്ടിയോജിക്കും ജനസിൽപ്പെട്ട 7 നിൽക്കുന്ന രഞ്ജിത്ത് കാണ്ടാക്കട.
എട്ടിൽ വിജയം മാത്രമേ ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. പരാജയം എനിക്ക് ഇഷ്ടമല്ല എന്ന് മോവാം കൊണ്ട് കാണിച്ചിരിക്കുന്ന ചക്ര നോമിനെ പേരിൽ അറിയപ്പെടുന്ന അന്തോകേശൻ കോച്ച് സമയം മണക്കും ക്രാന്തിയെ ക്ഷണിക്കുന്നു. കേരളത്തിലെ രണ്ട് ചൈനു ടീമുകൾ മുഖാമുഖ പോരാട്ടത്തിലേക്ക് കായിക പ്രിയമുള്ളത് കൈയടിച്ചു കൊടുക്കും. പോരാട്ടം അതിന്റെ സർവ്വസൗന്ദര്യത്തിലും ആറാടിക്കൊള്ളുക. വീണ്ടും ഇതാ പതുക്കിന് വിടേശ് ഉയർത്തിക്കൊണ്ട് വയസ്സിന്റെ ചാമ്പ്യൻ സ്പോൺസർഷിപ്പിന് സജയനും സംഘവും 45ാമതെങ്കിലും ലക്ഷ്യമിട്ടുകൊണ്ട് ആവേശം പോരാട്ടത്തിലേക്ക് ഈ ഒരു കാഴ്ച കാണുക എന്ന് പറഞ്ഞാൽ ഇതാ പ്രിയമുള്ള ഒരു ആനന്ദ സാഗരത്തിൽ ആറാടിക്കുകയാണ് നമ്മൾ കേട്ടുള്ള സംഗീതത്തിലാണ്. പക്ഷേ സ്പോർട്സിൽ ഇത് ആറാടിച്ചിരിക്കുന്നു എന്നെന്ന് ഓർക്കാനും ഓമനിക്കാനും മറ്റാൾ ചെന്ന് പറയുവാനും കഴിവുള്ള രണ്ട് ടൈറ്റ് ടീമുകളുടെ ഔദ്യോഗികമായ സെമി ഫൈനൽ. കരുത്തിന്റെ ദേവനായി നിൽക്കുന്ന ഹെർക്കുലീസ് ഗ്രീക്ക് പുരാണത്തിലെ മലയാളിയായ ആംബിട്രോണിയസിന്റെ ഭാര്യ അൽ സദൂസിന് സിയൂസ് മഹാദേവനുണ്ടായ പുത്രനാണ് ഹെർക്കുലീസ്. കേവലം 14ാമത്തെ വയസ്സിൽ നേമി എന്ന സിംഹത്തിനെ പിടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നതിന്റെ തോല് വലിച്ചോരി മേലങ്കയാണ് യവനാണ് ഹെർക്കുലീസ്. പ്രിയമുള്ളവരെ, വാശിയുടെ പര്യായമായ ഹെർക്കുലീസ് എങ്കിൽ ഇതാ റാഗി പറക്കുന്ന ചെമ്പരന്തരായി പച്ചപ്പരന്തകളായി ചെറുപുഷ്പം വേൾനിൽക്കുന്നു. വാശിയേറിയ കളി ഇവിടെ തുടരുകയാണ്. ഈ പടക്കോട്ടയിൽ ആര് വീഴും ആര് വാഴും പറയൂരായി അത് കൈയടിച്ചു കൊടുക്കും. ആവേശത്തിന് നമ്മൾ പോരാട്ടത്തിന് ശ്രുതി വീട്ടുവാൻ കടന്നു വരുന്ന വടംവലി കോട്ടുകൾ തീക്കാറ്റായി മാറിയ ഏറ്റുമുട്ടും 16 കരിങ്കാലി കൂട്ടങ്ങൾ ഒന്ന് കൈയടിച്ചു കൊടുക്കും. ഇന്ദ്രിയ അനുഭൂതികളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന പ്രിയമുള്ളവരെ, അതെ പടത്തിന്റെ ഇന്ദ്രിയ അനുഭൂതികളിലേക്ക് മനുഷ്യ മനസ്സിലെ ഒരു പടത്തിലേക്ക് സന്നിവേശിച്ചുകൊണ്ട് ഇതാ മഞ്ഞയിൽ പച്ചയാളിച്ചുകൊണ്ട് ഇപ്പോൾ സജയനും വിഷ്ണുവും ഒക്കെ നിൽക്കുന്നു. മത്സരങ്ങളിൽ കളി തിരിയപ്പെടുകയാണ്. ഹെർക്കുലീസിനെതിരെ ചെറുപുഷ്പോന്ന പച്ച പരുന്തുകൾ എന്ത് സംഭവിക്കാം? ഈ വേദയിൽ ആര് വീഴും? ചന്ദ്രണിമാര് ആരാകും? സാമൂതിരിയെ വെട്ടി വീഴ്ത്താൻ പോയ ചാവേത്തറയാക്കി പ്രഖ്യാപിച്ച ഈ മണിക്കിണർ താണ്ടി ആര് ഫൈനലിലേക്ക് നിങ്ങൾ പറയൂരായി പടക്കപ്പുറക്ക് തീപിടിക്കുന്ന അവസ്ഥയിലേക്ക് കാലാൽപ്പട വീണു. ആനപ്പട ചെറിഞ്ഞു. ഇത് കാലിനും കരുത്തും കാട്ടുപോത്തിന്റെ ശൗര്യമുള്ള വല്ലന്മാർ ഇതാ വെട്ടുവിട്ടും 16 ചൂട് പിടിക്കുന്നു. വെട്ടുവിട്ടും 16 വട്ടം വിട്ട് പറക്കുന്ന ചെമ്പരുന്നുകൾ ഒന്ന് കൈയടിച്ചു കൊടുക്കും. മനോഹരമായ പോരാട്ടം. ഇത് കാണാൻ കഴിയാത്തവര് ഒരു മഹാഭാഗ്യദോഷികളായിരിക്കും, യാതൊരു സംശയവുമില്ല. പ്രിയമുള്ളവരെ, ഏരിയൽ വണ്ടറുകളും കുഴിമിന്നികളും ഇതാ ഡൈനകളും അതെ അമിട്ടുകളും എല്ലാം കൂടി കൂട്ടിത്തട്ടിയിരിക്കുന്ന മഹാ വിസ്ഫോടന വേദിയായി മാറിയിരിക്കുന്നു. അഭിജിത്ത് അഞ്ചലൊക്കെ കൈയടിച്ച് സ്വീകരിക്കും. വാശിയേറിയ പോരാട്ടം പുതിയൊരു ഓർമ്മ പ്രവേശിച്ചുകൊണ്ട് ആര് വാഴും പീതവർണ്ണങ്ങൾ കയറുകയാണ്. ടീമല്ല അവസാന ശ്വാസം വരെ തമ്പാനൂർ റെയിൽവേയിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറയും അവസാന ശ്വാസം വരെ ആര് വാഴും ആര് വീഴും പീതവർണ്ണങ്ങൾ അത് കൈയടിച്ചു കൊടുക്കും. ഇതാ പോയി സ്പോൺസർ ചെയ്ത പോരാട്ടത്തിലേക്കും നിങ്ങൾ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും. തോറ്റ ടീമിനെ കൈയടിച്ച് സ്വീകരിക്കും. ഈ മത്സരം ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിച്ചു കൊടുക്കും. വെച്ചുള്ളവരാണെങ്കിൽ എന്നാൽ എനിക്ക് രസിപ്പിക്കാൻ കഴിവില്ല. അതുകൊണ്ട് ഞാൻ ഔട്ടാവുകയും രസിപ്പിക്കുന്നവരെ നമ്മളെ കൈയടിച്ച് സ്വീകരിച്ചത് നമ്മുടെ ഒരു മഹാഭാഗ്യമാണ്. ഈ ടീമുകളൊക്കെ ഇവിടെ മത്സരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എന്നേക്കുള്ള മഹാഭാഗ്യം. അങ്ങനെ ഒരു കളിയെല്ലാം കഴിഞ്ഞു. ഈ ലൂസേഴ്സ് ഫൈനൽ അപ്പോൾ ഇതിന്റെ ഓണത്തിനിടയ്ക്ക് നമ്മളെ പുട്ടുകച്ചവടം എന്ന് പറയുന്ന പോലെ വലിയൊരു പ്രൈസിന്റെ മത്സരം അവിടെ നിൽക്കുക. അവരുടെ പോരാട്ടവും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. ആദ്യ മത്സരം വിളിക്കോ വിഷ്ണു. ഉറങ്ങി എണ്ണിച്ച് അവന് ചായയോടെ മേടിച്ചു കൊടുക്കും.
കേവല സ്ഥാനം തന്നെ പോരാട്ടവർക്ക് 9ാം സ്ഥാനത്തുള്ള മത്സരം 9 സ്ഥാനങ്ങളുടെ മത്സരം കെ വിശാൽ കിളിമാനൂർ ഫാൽക്കൺ ഒഴിയും 3-4 സ്ഥാനത്തിലൊന്നും 6 ലക്ഷം ഇതിന്റെ നിയമം കാണികൾ ശ്രദ്ധിക്കാം. ഓൾറെഡി തോറ്റുപോയ ടീമാണ്. പക്ഷേ സ്ഥാന സമയത്ത് 2222 രൂപയിൽ നിൽക്കുന്ന 8 പേരാണ്. അവർ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് 5ാം സ്ഥാനം 5555 രൂപ. ആദ്യം ഇതിൽ വിജയിക്കുന്ന ആള് ശ്രദ്ധയോടെ കേൾക്കുക. 2222 രൂപയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വിജയിക്കുന്ന ടീം 2222 രൂപയിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. പരാജയപ്പെടുന്ന ടീം 2222 രൂപയുടെ. ഓക്കെ, കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യ മത്സരം വിടും. സംഘാടകരെ 2222 രൂപയുടെ 4 അവാർഡുകൾ ഈ മേജർ പ്രൈസുള്ള മറ്റൊരു വളണ്ടിയേഴ്സിന്റെ ഇടയ്ക്ക് കൊടുക്കും. അല്ലെ താങ്കൾ മേജർ പ്രൈസ് വെച്ചിട്ട് ഈ 2200 അങ്ങനെ അല്ലെ കൺഫ്യൂഷൻ ആകും. ഇപ്പോൾ താങ്കളുടെ കയ്യിലിരിക്കുന്ന കവർ 2222 രൂപയുടെ 4 അവാർഡാണ്. നോക്കാം, 4 അവാർഡ് മാത്രമേ കാണാവൂ. 2000 രൂപ കൊടുക്കേണ്ട 5000 രൂപ കൊടുത്തു വിട്ടു. 4 അവാർഡ് കൈ വെക്കും. ഞാൻ പറയാം. ഓക്കെ, അതും കാണുന്ന ശ്രദ്ധിക്കുക. വിജയിക്കുന്ന ടീം 5555 രൂപ പിടിക്കാൻ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിജയിച്ചാൽ 2222 രൂപയിൽ തന്നെ നിൽക്കും. പരാജയം 2222 രൂപ 14ാം സ്ഥാനം പുറത്തു. പറയാം, വിഷ്ണു റൗണ്ട് മുഴുവൻ താങ്കൾ അനൗൺസ് ചെയ്യും. അടുത്ത മത്സരം ഫിനിക്സ് ആര്യനാട് ചെറുപക്ഷം തയ്യാറാവും. ഇപ്പോൾ കോർണർ കിങ് വിഷർ വേഴ്സസ് ഫാൽക്കൺസ് വെളിയു. കേവല സ്ഥാനം തന്നെ പോരാട്ടം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പ്രൈസ്മെന്റിരിക്കുന്ന ടീമുകൾ ശ്രദ്ധിക്കുക. നമ്മുടെ പ്രിയ സുഹൃത്ത് പ്രിയതാരം ടി വി ബോയ്സിന്റെ ചികിത്സാ സഹായം കൂടി ഈ പ്രൈസ് മേടിക്കുന്ന ടീമുകൾ നൽകണമെന്ന് തീർച്ചയായും എല്ലാവരും നിങ്ങളുടെ വേഗതയോടെ നിങ്ങളെ പവർ കാണിക്കുക. കാലാവസ്ഥ നമുക്ക് സർവശക്തന്റെ ഒരു അനുഗ്രഹം സെക്കൻഡ് വരെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ കയ്യിലല്ല പിടിനിൽക്കുന്ന. കാരണം ഈ മത്സരം കഴിയാതെ ലൂസേഴ്സ് ഫൈനലിലും വിടാൻ ഒക്കത്തില്ല. അങ്ങനെ വിട്ടാൽ അത് അഭംഗിയാണ്. അതുകൊണ്ട് സ്ഥാനനിർണ്ണയം എല്ലാം കഴിഞ്ഞു. നമ്മൾ 3ാം സ്ഥാനം മത്സരം, അതിനുശേഷം ഫൈനൽ. അടുത്ത മത്സരം ഫിനിക്സ് ആര്യനാട് ചെറുപക്ഷം ടീം തയ്യാറാവും. അതിനുശേഷം ജോലാക്കാവുള്ള പോത്തങ്കോട് ആതിര ഇടവൻ ടൗൺ ടീം താമരക്കുളം നവജീവൻ ഒഴിവൻ ടീമിനെ കൂട്ടി. ഇപ്പോഴത്തെ കിങ് ഫിഷർ കിളിമാനൂർ ഫാൽക്കൺസ് ഒഴിയും. ഒപ്പനോടെ മത്സരിക്കും. കലാശ പോരാട്ടം നിൽക്കുന്ന ടീമുകൾ വാമപ്പ് ചെയ്ത് മത്സരത്തിന് തയ്യാറാവും. ലയൺസ് പെരിയ കാസർഗോഡ് വെമ്പായം. ഈ മത്സരം കഴിഞ്ഞാൽ അടുത്ത പോരാട്ടം ആര്യനാട് ചെറുപുഷ്പം ഇതാ പതുക്കനെ ഇതാ നേരിയുടെ പിടിച്ചു ഉയർത്തിക്കൊണ്ട് ഫാൽക്കൺ പൊടിയും. കേവല സ്ഥാനം തന്നെ പോരാട്ടം കൈയടിച്ചു കൊടുക്കും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച ടീമുകളാണ്. ടീമുകളെ കൈയടിച്ച് സ്വീകരിക്കും. ഇപ്പോൾ ലീഡ് പതുക്കനെ ഉയർത്തിക്കൊണ്ട് ഫാൽക്കൺ വിശുദ്ധമായി ഉഷാറാകൂ. മായാവി പതുക്കനെ പോകും. വാശേരി പോരാട്ടം കൈയടിച്ചു കൊടുക്കുക. രക്ഷപ്പെടരുത്. തിരിച്ചു പിടിക്കുവാൻ കിങ് ഫിഷർ മറോ ചേര ഫാൽക്കൺസ് ഒഴിയും. അടുത്ത മത്സരം ആര്യനാട് ചെറുപുഷ്പം ടീം തയ്യാറാവും. നമ്മള് ഇതിനൊന്ന് കൈയടിച്ച് പുറത്താപ്പിൽ നിസ്സാരമായ കാര്യമല്ല. ഒരു വഴിത്താരയിൽ വീണുളഞ്ഞവർ. പക്ഷെ അവർക്ക് അവിടെ അസ്തിത്വം
നിലനിർത്തുവാനുള്ള ഒരു വലിയ അവാർഡാണ് ഇതിന്റെ 9ാം സ്ഥാനം നിൽക്കുന്ന 5555. അത് ആരെ അനുഗ്രഹിക്കും? ഇവിടെ കിങ് ഫിഷറാം വാശിയിൽ വിഷ്ണുനാവായിക്കണം. ദയവായിട്ടൊന്ന് വേഗം ഒന്ന് സെന്ററിലേക്കൊന്ന് വരും. വിഷ്ണു കിങ് ഫിഷർ വിജയിച്ച് കയറി നെക്സ്റ്റ് റൗണ്ടിൽ അവിടെ ഔട്ടറിൽ തന്നെ കാണണം. നിങ്ങൾ ഔട്ടറിലേക്ക് പോകും. 16 സ്ഥാനം മേടിക്കും. വാൽക്കൻ തവണ നിൽക്കും. 16 സ്ഥാനം കൊടുക്കും. ആദ്യ അവാർഡ് 2222 രൂപ. കൈയടിച്ച് സ്വീകരിക്കും. ആടിക്കയറും ഫിലിക്സ് സാരിനാടോ ചെറുപുഷ്പം ആടിക്കയറും. വിഷ്ണു നാവായികളും ദയവായിട്ട് റിപ്പോർട്ട് ചെയ്യും. ടീമുകൾ ഓടിക്കയറും. സ്ഥാനം നിർണയമാണ്. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. കാരണം കാലാവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം. സ്ഥാനമായി കഴിയാതെ നമുക്ക് മുന്നോട്ട് പാലും ഒക്കത്തില്ല. അങ്ങനെയുള്ള ഒരു കുതിര ചെക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ടീം ഓടിക്കയറും. ഫിനിക്സ് എത്തിയിരിക്കുന്നു. ചെറുപുഴവാസി ഫസ്റ്റ് ബോൾ, ചെറുപുഴവാസി സെക്കൻഡ് ബോൾ. ചെറുപുഴവാസി ഫൈനൽ ബോൾ. നിങ്ങൾ ആലോചിക്കുക, 5555 രൂപ ഹ്യൂജ് എമൗണ്ട് ആണ് നിൽക്കുന്നത്. ഓടി കയറി. അടുത്ത മത്സരം പറയൂ രാജേഷ്. അടുത്ത മത്സരത്തിനായി ജ്വാല പോത്തൻകോട് ഓപ്പറേഷനായി മഞ്ഞ കേബിൾ പോളിയും കൂടി കൊടുക്കും. കോടിനടുത്ത മത്സരം ജ്വാല കാവുള പോത്തൻകോട് വേഴ്സസ് ആതിര ഇടമൺ പുനലൂർ. ഇരു ടീമുകളും എൻട്രൻസിൽ ഉണ്ടാകണം. അടുത്ത മത്സരത്തിനായി ഇപ്പോഴത്തെ കോട്ടിൽ ഫീനിക്സ് ആരനാട് വേഴ്സസ് ചെറുപുഷ്പം വെള്ളറട സി ടീം തമ്മിലുള്ള പോരാട്ടം. ടീം റെഡി? വിഷ്ണു, നമ്മുടെ ഈ കായിക പ്രേമികളാണ് നമ്മളുടെ ഈ ബലം എല്ലാം. ബെസ്റ്റ് ഓഫ് വൺ സ്ഥാനത്തോടായി മാത്രം. ബെസ്റ്റ് ഓഫ് വൺ. കാണികൾ ശ്രദ്ധിക്കാൻ 14 സ്ഥാനത്ത് പൊടിയൂര് പുറത്തുപോയി കഴിഞ്ഞു. 2022 ടീം റെഡി? അവിടുത്തെ ആവേശഭരിതമായി വിശ്വനാഥം മുഴങ്ങിയിരിക്കുന്നു. കാണികളുടെ കൈയടി ഉണ്ടാകണം പ്രിയമുള്ളവരെ. പരാജയപ്പെട്ടവനും ഇന്ന് ഈ മണ്ണിൽ സ്ഥാനമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടൊരു പോരാട്ടം. താങ്കൾ ആ പറഞ്ഞ വളരെ ഒരു ആപത്വാക്യമാണ്. പരാജയപ്പെട്ടവനും ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അതെ, താങ്കളുടെ ആ നല്ല മിറാക്കിൾ ഡയലോഗിന് ഞാനൊരു താങ്ക്സ് അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും പോരാട്ടം കൊണ്ട് വിരുന്നുകൂട്ടുവാൻ വന്നവരാണ്. ഒരു ടീമും പരാജയത്തിന് വേണ്ടി വന്നവരല്ല. എങ്കിലും ഇന്നിവിടെ ഈ കിരീടധാരികളാവുന്നവരെ കാണുവാനെങ്കിലും സാധിക്കട്ടെ എന്ന് കരുതി വന്നവരും ഇന്ന് ഈ കളിക്കളത്തിലുണ്ട്. അപ്പോൾ കായികത്തിന്റെ ഈ കമ്പക്കളരികിൽ നഗ്നപാദങ്ങളാൽ ചുംബിച്ചുകൊണ്ട് വടത്തിനെ പിടിമുറുക്കി പിന്നിലേക്ക് മാത്രം മത്സരിച്ച് കയറിക്കൊണ്ട് ഇതാ 2 ടീമുകൾ 8 16 ശുഭിത യൗവനങ്ങൾ 16 കരിങ്കാലിക്കൂട്ടങ്ങൾ ഇതാ മത്സരിക്കുന്നു. റാണികളെ കൊണ്ട് കൈയടിച്ചു കൊടുക്കൂ. ഫൈനലല്ല പ്രിയമുള്ളവര്. ഇതിനാണ് നമ്മൾ കൈയടി നൽകേണ്ടത്. ഏവരും ചേർന്ന് ഒരു കൈയടി നൽകിയാൽ നല്ല ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. കൈയടിച്ചു കൊടുത്തേ. അത് ഈ മനോഹരമായ പോരാട്ടം അവിടെ തുടരും. തൃശ്ശൂര് സൂപ്പർ ഫാസ്റ്റ് ബോൾ പതുക്കനെ പോകണം. ഓൾ കേരള ഞാനൊരു അലർട്ട് പറയാണ്. കാരണം കാണികളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുക. അവർ ഓണടിക്കുന്നില്ല. എന്നാൽ നമ്മളെങ്കിലും ഒരു അലർട്ട് പറഞ്ഞു കൊടുക്കാം. കൈയടിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ. ആവേശം കൊണ്ട് വിരുന്നൂട്ടിയ കളിത്തോഴന്മാരിതാ 2 കുറവുമായി മത്സരിക്കുന്നു. കൈയടിച്ചു കൊടുക്കൂ. ആവേശഭരിതമായതാ അവർ വരികയായി. കൈയടിച്ച് സ്വീകരിക്കൂ. ഫീനിക്സ് ആര്യനാട് ഇതാ കമ്പക്കളരിൽ ഇതാ വടമെടുത്ത് പിടിച്ചിട്ടുകൊണ്ട് അവരുടെ കോട്ടിലിതാ നയന മനോഹരമായ ചുവടുകളിൽ ആറാടിക്കൊണ്ട് പിന്നിലേക്ക് ഇതാ മത്സരിച്ച് കയറുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ 2 ടീമുകളും തുല്യമായ മത്സരം കാഴ്ചവെക്കുന്നു. ഇല്ല, ഇനി ഇല്ലെങ്കിലില്ല എന്ന് മത്സരം നടന്നു.
ആര്യനാട് നെക്സ്റ്റ് റൗണ്ടിൽ ഇപ്പോൾ 15ാം സ്ഥാനത്ത് ചെറുപുഴവാസി. വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങളുടെ ടീം ഇവിടെ തീവ്രമായ മത്സരം ഞങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു. വരും എന്റെ ക്യാപ്റ്റൻ വരും, എന്റെ ക്യാപ്റ്റൻ വരും, ചെറുപുഴവാസികളെ ക്യാപ്റ്റൻ വരും, ഇങ്ങോട്ട് വരും. ആഴ്ചക്ക് വന്ന് ക്യാച്ച് മേടിച്ചിട്ട് പോകും. 15ാം സ്ഥാനം കൊടുക്കും. അടുത്ത മത്സരം വിളിക്കൂ വിഷ്ണു, വേഗം. കോട്ടിലടുത്ത മത്സരത്തിനായി ജ്വാല കാവുള പോത്തൻകോട് വേഴ്സസ് ആതിര ഇടമൺ പുനലൂർ. സജീവ് എല്ലാരി സ്പോൺസർ ചെയ്യുന്ന ആതിര ഇടമൺ പുനലൂർ വേഴ്സസ് ജ്വാല കാവുള പോത്തൻകോട് വിധ കളിക്കളത്തിലേക്ക് വരികയായി. കൈയടിച്ച് സ്വീകരിക്കും പ്രിയമുള്ളവരെ. നല്ല മത്സരങ്ങൾ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ച ടീമുകളാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ കൈയടിയോട് നമുക്ക് സ്വീകരിക്കാം. ഒരു പുറത്ത് ആതിര ഇടമൺ പുനലൂരെങ്കിൽ മറുപുറത്ത് ജ്വാല കാവുള പോത്തൻകോട്. 9,999 രൂപയ്ക്ക് 5ാം സ്ഥാന മത്സരത്തിന് ഫിക്സറോടെ അറിയിക്കുകയാണ്. യൂട്ടിയം കിളിമാനൂർ TVM ബോയ്സ് ടീമെല്ലാം ഒരുക്കങ്ങൾ പൂർത്തീകരിക്കും. കാർത്തിക് ഒന്ന് ഉഷാറാകും. 10,001 രൂപ കുറവല്ലേ ഉള്ളൂ. അത് വിഷ്ണു നവായികൾ 1 രൂപ എക്സ്ട്രാ തരും. വിഷ്ണു ഒന്ന് അനൗൺസ് ചെയ്യും. വിഷ്ണു, നല്ല മത്സരങ്ങളാണ്. തീർച്ചയായിട്ടും കൈയടി സ്വീകരിക്കും. കായിക വിരുദ്ധന്റെ കമ്പക്കളരികിൽ കളത്തിലിറങ്ങിയാൽ പിന്നെ വമ്പ് പറഞ്ഞെത്തുന്ന എതിരാളികളുടെ കൊമ്പടിക്കുന്ന പോരാട്ടത്തിലൂടെ നിരവധി അനവധി പോരാട്ട നിമിഷങ്ങൾ ഇന്നിന്റെ കാണികൾക്ക് സമ്മാനിച്ചിട്ടുള്ള 2 ടീമുകളിലാ ഇന്നിന്റെ പോർക്കളത്തിൽ കരവാളൂരിന്റെ മണ്ണിൽ, മണർവാടിയുടെ മണ്ണിൽ, ലങ്കയുടെ മണ്ണിൽ ഇതാ മത്സരിക്കുമ്പോൾ കൈയടിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ. ആവേശ പോരാട്ടം ഇത് പോരാട്ടമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 14ാം സ്ഥാനം യാലാക്കാവുള്ള നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച ടീമാണ്. ക്യാപ്റ്റൻ വരും, വിപിൻ കൊടുക്കും. എല്ലാവരും കൈകടിച്ച് നമ്മൾ നല്ലൊരു കൈകടി സമ്മാനിക്കും. അടുത്ത വിളിക്കൂ വിഷ്ണു, വേഗം വിളിക്കൂ. കടന്നു വരൂ. ജ്വാല പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. കാവുള പോത്തൻകോട് ടൗൺ താമരക്കുളം വേഴ്സസ് നവജീവൻ പാലമല കലഞ്ഞൂർ. ടീമുകൾ കൊടിയോ ടൗൺ താമരക്കുളം വേഴ്സസ് നവജീവൻ കലഞ്ഞൂർ പത്തനംതിട്ടയുടെ അമരത്വം സ്വീകരിച്ചത് നവജീവനെത്തിയിരിക്കുന്നു. മറുപുറത്ത് ടൗൺ താമരക്കുളം കടന്നൂരും ആലപ്പുഴയുടെ സജീവ് മത്സരിക്കുന്നുണ്ടോ? കയറി വരും. മൈക്കിൽ വിളിക്കാം, നിങ്ങളിങ്ങനെ വരും. അവർക്ക് മൈക്കിൽ വിളിക്കാം. അവളെ നോക്കേണ്ട കാര്യമില്ല, മൈക്കിൽ നമുക്ക് അനൗൺസ് ചെയ്യാം. ഇപ്പോഴേ പോയതല്ലേ ഉറക്കമായി. ആരെയാണ് വിളിക്കേണ്ട? സീനിയർ പറയും. വിജയൻ ശബ്ദവൃത്തിയിലുണ്ടെങ്കിൽ വിജയൻ ഉണ്ടല്ലോ. 8 പേരും. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മത്സരത്തിൽ ഏറ്റവും സർവീസ് ഉള്ള കളിക്കാരനാണ് 2ാം നമ്പർ 1ാം നമ്പർ. അവരെ കൈയടിച്ചത് സ്വീകരിക്കണം. കാരണം അവർക്ക് ഈ മെയിൻ മത്സരാർത്ഥികളാണ്. പിന്നെ അവരൊക്കെ ഇന്ന് ചെറിയ ടീമിനൊപ്പം മത്സരിക്കുന്നത് അവർക്കൊരു ഇഷ്ടമാണ്. അതിന് പ്രത്യേകിച്ചൊരു കൈയടി അവർക്ക് സമ്മാനിക്കാൻ. എപ്പോഴും കൊച്ചു ടീമുകളൊപ്പം നിറഞ്ഞു മത്സരിച്ച് അവരെ പ്രൈസിലെത്തിച്ചിരിക്കുന്ന താരങ്ങളാണ്. 48 ടീം പങ്കെടുത്ത പുന്നല മത്സരം നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. അതിന്റെ ഫൈനലിൽ താമരക്കുളം പിടിക്കുമ്പോൾ അതിന്റെ 1ാം നമ്പർ ചെയ്യുന്ന ആളാണെന്ന് 3ാം നമ്പർ ഇരിക്കുന്നത് രാജീവ്. ഒന്ന് കൈയടിക്കും. കാരണം അവർ 2 പേരും ഒന്ന് ദിവസം രാവിലെ 11 മണിക്കാണ് 11 കാലിനാണ് ഫൈനലിൽ സമണിയ ചുള്ളിമാനൂരിനെ അട്ടിമറിക്കുമ്പോൾ അതെ അവരായിരുന്നു ഇടവേറ്റ് പിടിച്ചത്. അത് കൈകടിച്ചത് നിങ്ങൾ സ്വീകരിച്ചു. കൈയടിച്ചു കൊടുക്കുമ്പോൾ ഒരു ആവേശകരമായ പോരാട്ടം. ഇവിടുത്തെ 8 മിനിറ്റും 16 കായിക താരങ്ങൾ ഇവിടെ ഇടർത്ത കാലടില്ലാതെ ടീം തയ്യാറാവും. ആവേശഭരിതമായൊരു പോരാട്ടം. ടൗൺ ടീം താമരക്കുളം വേഴ്സസ് നവജീവൻ കലഞ്ഞൂർ പത്തനംതിട്ട. 2 ജില്ലാതല ടീമുകൾ ആവേശഭരിതമായ പോരാട്ടം കാഴ്ചവെക്കുവാൻ ഇതാ മലർപാടിയുടെ ലങ്ക ബോയ്സിന്റെ കളിക്കളത്തിൽ ഇതാ ശക്തമായ ലീഡുകൾ സ്വീകരിച്ചുകൊണ്ട് നവജീവൻ. അവിടെ ഞാൻ പറഞ്ഞ ടീം കയറി വരാവുള്ളൂ. ഇപ്പോൾ നവജീവൻ
കിളഞ്ഞൂര് വിജയിച്ച് ഔട്ടറിലേക്ക് നിൽക്കും. അവരെ വിളിക്കും. 13ാം സ്ഥാനം വരും. താമരക്കുളം വരും. ഞാൻ കൂടെ പുത്തളി അതിനകത്ത് വഴി കൂടിയിട്ട് രാജു സാൻഡേടാ അവന് വേണം പോക്കറ്റിലെങ്ങനെ വേവനം കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇവിടെ ആദ്യ പോരാട്ടം. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളെ ടീമുകളെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാന റൗണ്ടിലേക്ക് തോറ്റവർ തമ്മിലുള്ള മത്സരമാണ്. കിങ്ഫിഷർ കിളിമാനൂരും ഫിനിക്സ് ആരനാട്. ആദ്യ പോരാട്ടം റിപ്പോർട്ട്. ആതിരേടമൺ പുല്ലൂര് നവജീവൻ രണ്ടാമത് പോരാട്ടം. ഇപ്പോൾ ഇവിടെ ടീമുകളോട് കയറും. നിന്റെ രാജനം തിരക്കുന്നുണ്ടോ? നമ്മുടെ രേഷോ ഗാന്ധി അങ്ങോട്ട് പോയി. ഇങ്ങനെ ഗാന്ധിനെ പോട്ട് വരില്ലല്ലോ, തീർന്നു. ഗാന്ധി എന്റെ തിരക്കാണ്. ടീമുകൾ കടന്നു വരും. മറുപുറത്ത് ഫിനിക്സ് ആര്യനാട് ടീമും ഇതാ കടന്നു വരികയാണ്. ഇപ്പോൾ പരാജയം സംഭവിച്ചവർക്കും വീണ്ടും ഒരു മത്സരമുണ്ട്. ഇനിയും തങ്ങളുടെ വീര്യം അറിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി നൽകുകയാണ്. പോരാട്ടം ഇതാ അവസാനിക്കുന്നില്ല. ഇനിയും മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോഴും അവിടെ നമ്മുടെ ഫൈനലിസ്റ്റുകളായ HR ഹെർക്കുലീസും നമ്മുടെ കാസർഗോഡിന്റെ നടത്തിയ ടീമും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് പ്രവേശന കവാടത്തിന് അരികിലേക്ക് എത്തി നിൽക്കുവാൻ വിനയപൂർവ്വം സംഘാടക സമിതി അംഗങ്ങൾ അറിയിക്കുകയാണ്. തുടരുകയാണ്. ആദ്യം വിജയിച്ച കിങ്ഫിഷർ, രണ്ടാമത് വിജയിച്ച ഫിനിക്സ് ആരനാടുമായിട്ട് മത്സരിക്കുന്നു. മൂന്നാമത് വിജയിച്ച ആതിര, നാലാമത് വിജയിച്ച നവജീവനുമായിട്ട് മത്സരിക്കുന്നു. ടീം റെഡിയാണോ? കിങ്ഫിഷർ ടീം റെഡി. ഫീനിക്സ് ആര്യനാട് ടീം റെഡിയാണോ? വേഗതയോടെ മത്സരം കടത്തിവിടും. സെൻട്രൽ മത്സരം നിയന്ത്രിച്ചുകൊണ്ട് ഷഫീഖ് സച്ചു കൊട്ടാരക്കരയും മനീഷ് ഓയിലും ഇതിന്റെ മത്സരം തത്സമയം നൽകിക്കൊണ്ട് സുധീർ വാവറമ്പലവും അതുപോലെ തന്നെ എവിടെയും ഓർക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഈ മത്സരങ്ങൾ ഇതാ പുരോഗമിക്കുന്നു. ഇപ്പോഴത്തെ ലീഡ് വലിച്ചുയർത്തിക്കൊണ്ട് ഫീനിക്സ് ആര്യനാട് ശ്രദ്ധേയമായ ലീഡ് വലിച്ചുയർത്തുന്നു. വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ കിങ്ഫിഷർ കിളിമാനൂർ മത്സരിക്കുന്നു. ഒരു മൃഗന്ന് പോർക്കച്ച കെട്ടിയെത്തി കപ്പിനും ചുണ്ടിനും മധ്യേ കൂട്ടിയിടിക്കേണ്ടി വന്ന്
പിന്നിലേക്ക് പരാജയപ്പെട്ടവന്റെ മത്സരങ്ങളിലേക്ക് മാറേണ്ടി വന്ന രണ്ട് ടീമുകൾ. പക്ഷേ പരാജിതരല്ല ഞങ്ങൾ, പരാജയപ്പെട്ടവനും ഒരു മത്സരമുണ്ടോ എന്നിവിടെ പറഞ്ഞപ്പോൾ ആ പരാജയപ്പെട്ടവരിൽ നിന്നും ഞങ്ങൾ മുന്നിലേക്ക് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ടീമുകൾ മത്സരിക്കുകയാണ്. കൈയടിച്ചു കൊടുക്കൂ. ആവേശഭരിതമായ പോരാട്ടം. രണ്ട് ശക്തരായ ടീമുകൾ, രണ്ട് തുല്യ ശക്തികളായ ടീമുകൾ. കൈയടിച്ച് സ്വീകരിക്കേണ്ട പോരാട്ടമായി കളി മാറിയിരിക്കുന്നു. ശക്തമായ ലീഡ് വലിച്ചുയർത്തിയ ഫീനിക്സ് ആര്യനാട് കയറുകയാണ്, വിജയിച്ച് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഔട്ടർ വെയിറ്റ് ചെയ്യണം. 4444 രൂപയിലേക്ക് ഫിനിക്സ് ആര്യനാട് കയറിയിരിക്കുന്നു. കിങ്ഫിഷറും ഔട്ടർ വെയിറ്റ് ചെയ്തേ പറ്റും. ആതിര പൊള്ളൂർ നവജീവൻ കളഞ്ഞ റോഡിക്ക് ആതിര നവജീവൻ കളഞ്ഞ റോഡിക്കർ അല്ല മറ്റേ ഇതുണ്ടല്ലോ 3 ടീം 4 ടീം വീണ്ടും ഒരു ഫൈനലിന് മുന്നേ ഉള്ള ഒരു ഫൈനൽ. ഒരു പുറത്ത് നവജീവൻ കലഞ്ഞൂർ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച് കളികളത്തിൽ വന്നിരിക്കുന്നു. പഠിക്കാൻ കൈയടിച്ചു കൊടുക്കും. ആവേശഭരിതമായ ഒരു പോരാട്ടം തന്നെയാണ്. രണ്ട് തുല്യ ശക്തികൾ വീണ്ടും ഏറ്റുമുട്ടുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു. ആവേശഭരിതമായ മത്സരമായി കളിക്കളം ചൂടുപിടിപ്പൻ പോരാട്ടങ്ങളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. കരവാളൂരിന്റെ മണ്ണ് എന്നീ മലർവാടി സംഘടിപ്പിച്ച ലങ്ക ബോയ്സും മലർവാടിയുമായി സംയുക്തമായി അണിയിച്ചൊരുക്കിയ അഖില കേരള വടംവലി മത്സരത്തിന്റെ അവസാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടുത്തെ കേവലം സ്ഥാനനിർണയങ്ങൾക്ക് വേണ്ടി മാത്രം സംഘടിപ്പിച്ച ഒരു മത്സരമല്ല ഇത്. ബലാബലം ഞങ്ങൾ ഈ സ്ഥാനത്തിന് അർഹരാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്. നല്ല മത്സരങ്ങൾ കൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ടീമുകൾ മത്സരിക്കുകയാണ്. സന്തോഷ വാർത്തയുണ്ട്. 4ാം സ്ഥാനത്തിന് 12ാം സ്ഥാനത്തിന് ഇവിടെ 2222 രൂപയാണ്. അത് പ്രകാരം കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ട കിങ് ഫിഷറും ഇതിൽ പരാജയപ്പെടുന്നവർ തമ്മിൽ മത്സരിക്കേണ്ടി വരും. അത് പിന്നെ ഒരു അഭംഗിയായതുകൊണ്ട് ഈ 12ാം സ്ഥാനം ഉയർത്തി 3333 രൂപയിലേക്ക് ആക്കിയിരിക്കുന്നത് കൈയടിച്ച് സ്വീകരിക്കും. അപ്പൊ 12ാം സ്ഥാനം കിങ് ഫിഷർ 3333 രൂപയിൽ പുറത്തു പോയിരിക്കുന്നു. ഇതിൽ പരാജയപ്പെടുന്ന ടീമിന് 12ാം സ്ഥാനം 3333 രൂപ. കൈയടിച്ചു കൊടുക്കും പ്രിയമുള്ളവർ. നല്ലൊരു മത്സരമല്ലേ. നല്ല കൈയടി ഉണ്ടാകട്ടെ. വിജയികൾക്ക് മാത്രമേ നിങ്ങളുടെ കൈയടി ഉണ്ടാകൂ എന്ന് ഒരിക്കലും പറയരുത്. നല്ല മത്സരങ്ങൾ കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികൾക്ക് എപ്പോഴും നല്ല കൈയടികൾ ഉണ്ടാകണം. നല്ല കൈയടി നൽകും. പ്രിയമുള്ളവരെ, ആവേശഭരിതമായി ഇന്നെ കളിത്തട്ടകത്തിൽ മത്സരിച്ച മത്സരാർത്ഥികളാണ് ഇപ്പോൾ ഇതാ നമുക്ക് മുമ്പിൽ മത്സരിക്കുന്നത്. കൈയടിച്ചു കൊടുക്കൂ. അതെ, വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിൽ ഇതാ നവജീവൻ പുതുജീവൻ എടുത്തിരിക്കുന്നു. ആന്ധ്രയുടെ ക്യാപ്റ്റൻ വരും. ഈ കിങ് ഫിഷറിന്റെ ക്യാപ്റ്റനും വരും. 3333 രൂപ രണ്ട് ടീമിനും വരും. 1170 രൂപ കൂടിയിട്ടുണ്ട്. ഇനി ഒരു ബെസ്റ്റ് അമൗണ്ട് ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 12 സ്ഥാനം കൊടുക്കും. 3333 അല്ല, അതുകൊണ്ട് തന്നെ ഈ പൈസ എടുത്തിട്ട് പോയാണ്. ഇങ്ങോട്ട് വേണം. ഈ വരും ഒരു കാര്യം അടുത്ത വരുമ്പോഴത്തേന് കൊടുക്കാം. ഈ കിങ് ഫിഷറിന് 3333 രൂപ കൊടുക്കും.
ഒരു കൈയടിച്ച് യാത്ര അയക്കും. 11,333 രൂപ. ആന്ധ്ര പൊല്ലൂർ. ആന്ധ്ര പൊല്ലൂർ വരും. മോനിന് 1000 രൂപ ഇട്ട് കൊടുത്തു വിട്. ആദ്യം അങ്ങനെ എടുക്കുന്നു. സമയം കളയാനൊക്കത്തില്ല. അടുത്ത 4,444 രൂപയിൽ നിൽക്കുന്നവര് നവജീവൻ കളഞ്ഞൂര് വിജയിക്കുന്ന 5,555 രൂപയും 9ാം സ്ഥാനം. ഓടിക്കേറും. നവജീവൻ ഫൈനൽ കോൾ ഓടി വരും. അവന്റെ കൊടുത്തു 1000 ശരിയാ. 3223 ഇവരിപ്പോ ഒരിച്ചിട്ട് അങ്ങോട്ട് പോയതല്ലോ. ന്യൂ ടീം കിളിമാനൂർ അടുത്ത മത്സരത്തിനായി ന്യൂ ടീം കിളിമാനൂർ വേഴ്സസ് TVM ബോയ്സ് വെമ്പായം. ഇരു ടീമുകളും കോർട്ടിന്റെ എൻട്രൻസിലേക്ക് കടന്നു വരിക അടുത്ത മത്സരത്തിനായി. 5 രൂപ കളിച്ചേരാം. സംഘാടകർ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് 1,111 രൂപ എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. ബിബിൻ കാരണം നിങ്ങൾ ചെയ്തേക്കുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ്. കളി തുടരുകയാണ്. ഇപ്പോൾ ഇത് 9ാം സ്ഥാന നിർണയമാണ്. വിജയിക്കുന്ന 5,555 രൂപ കിട്ടും. പരാജയപ്പെടുന്ന 4,444 രൂപ ലഭിക്കും. രണ്ടുപേരും 4,444 രൂപ ലഭിക്കും. അടുത്ത മത്സരം വിളിക്കും 9,999 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അടുത്ത മത്സരം ന്യൂ ടീം കിളിമാനൂർ വേഴ്സസ് TVM ബോയ്സ് വെമ്പായം. 2 ക്യാപ്റ്റന്മാരും വരും. കാണികളെ ശ്രദ്ധിക്കും. കടന്നു വരൂ. ന്യൂ ടീം കിളിമാനൂർ എത്തിയിരിക്കുന്നു. മലപ്പുറത്ത് TVM ബോയ്സ് വെമ്പായം. ടീം റിപ്പോർട്ട് ചെയ്യും. TVM ബോയ്സ് വെമ്പായം ടീം കടന്നു വരും. ഇതായിട്ട് ചേർന്നിരിക്കുന്നു. 5,555 പറഞ്ഞെ ഇത് ചെറിയൊരു മത്സരം മാത്രമല്ല. കാണികളെ ശ്രദ്ധിക്കാൻ എന്റെ കൺഫ്യൂഷൻ ആകുന്നു നിങ്ങൾക്ക്, അതുകൊണ്ടൊന്ന് സൂചിപ്പിക്കുന്നു. 14 പാൽക്കൻസ് വഴിയൂര്, 15 ചെറുവൾപ്പാസി, 14 യാലക്കാവുള, 13 ടൗൺ താമരം, 12 പക്ഷേ 2,222 രൂപയുള്ളായിരുന്നു. പിന്നെ അവിടെ വീണ്ടും മത്സരം നടക്കേണ്ടതുകൊണ്ട് ഒരു അഭംഗിയിലേക്ക് മാറുന്നതുകൊണ്ട് 1000 രൂപ കൂട്ടി. ആന്ധ്ര പൊല്ലൂര്, കിങ് ഫിഷർ കിളിമാനൂര് 3,333 രൂപ വീതം കൊടുത്തു. 12 പോയിന്റ് 10 പിടിച്ചാറിനാണ് 9 നവജീവൻ കളഞ്ഞു. ഇത് നിങ്ങൾ ആലോചിക്കുക. 5ാം സ്ഥാനം മത്സരം, ബാക്കി ഒന്നും ചിന്തിക്കാം. ഓക്കെ വിളിക്കൂ. ടീം റെഡി. മത്സരം ഇതാ ആരംഭിച്ചിരിക്കുന്നു. ന്യൂ ടീം കിളിമാനൂർ ഒരു പുറത്ത്, മറുപുറത്ത് TVM ബോയ്സ് വെമ്പായം. 2 തുല്യ ശക്തികൾ. നമ്മൾ ഈ തെക്കൻ കേരളത്തിൽ കണ്ടതിൽ വെച്ച് മത്സരങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇരുപുറത്തും തന്ത്രശാലികളായ 8 പടയാളികൾ വീതം മത്സരിക്കുന്നു. പോരി മുറുകുന്നു, പോരാളികളെ മുറുകുന്നു. കൊടിയും വീഴ്ചും ഹരിച്ചും കുടിച്ചും ആറ്റിക്കുറുക്കി ദേശം എനിക്ക് കാശിയെടുത്ത പേരും പെരുമയും പോരാട്ട വീര്യവുമൊക്കെ ഇതിന്റെ വടക്കോട്ടയിലേക്ക് എടുത്തേക്കിയ 16 പടയാളിക്കൂട്ടങ്ങൾ ഇതാ മത്സരക്കളത്തിൽ ഇമ്പമാർന്ന മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ പ്രിയമുള്ളവരെ കൈയടിച്ചു കൊടുക്കൂ. പരാജിതർക്ക് മാത്രമല്ല കൈയടി. 2 ബസ്സുകളും സ്ലോ ചെയ്യും. 2 ഡ്രൈവർമാരും വന്ന് വലിക്കും. ഡ്രൈവർമാര് വലിക്കേണ്ട, വരി കണ്ടാൽ മതി. കളി ഇവിടെ തുടരുകയാണ്. 5ാം സ്ഥാനത്താണ് മത്സരം.
ഇപ്പോൾ വീണ്ടും ലീഡ് പതുക്കനെ ഉയർത്തിക്കൊണ്ട് TVM ബോയ്സ് വെമ്പായം. വിഷ്ണു പറയൂ. തീർച്ചയായിട്ടും മത്സരമിതാ മുറുകുന്നു. പിന്നിലേക്ക് മാത്രം മത്സരിച്ച് കയറിക്കൊണ്ട് TVM വെമ്പായം തിരുവനന്തപുരത്തിന്റെ അമൃതം സ്വീകരിച്ചുകൊണ്ടിതാ രാജീവ് എന്ന പടനായകൻ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് TVM ബോയ്സ് വെമ്പായം ഒരു പുറത്തെങ്കിൽ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ മറുപുറത്ത് ശ്രദ്ധേയരായ ന്യൂ ടീം കിളിമാനൂരുകാരും മത്സരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് 9 അടി കോട്ടിലും വടം തിരികെ എടുത്ത് തങ്ങളുടെ കോട്ടിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ കഴിവുള്ള ചങ്കോറ്റമുള്ള ന്യൂ ടീം കിളിമാനൂരുകാരാണ്. പ്രിയമുള്ളവരെ, ചൂണ്ടകിട്ട് ഇര പിടിച്ച് ശീലമുള്ളവരാണവർ. ആദ്യം ഒന്ന് വിട്ടുകൊടുക്കും, പിന്നീട് തങ്ങളുടെ വരുതിയിലേക്ക് വലിച്ചടിപ്പിക്കുവാൻ അവർക്ക് അറിയാമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ട നിമിഷമായി മാറിയിരിക്കുന്നു ഈ കളിക്കളം. കൈയടിച്ചു കൊടുക്കൂ. നവയുഗം അണിയിച്ചൊരുങ്ങിയ മത്സരം. മുഴതാങ്ങിൽ വെച്ച് സംഘടിപ്പിച്ച എല്ലാ കാണികളെ ഇവിടെ ക്ഷണിക്കുന്ന 510 കിലോയിലാണ്. 9 മണിക്ക് മത്സരം ആരംഭിക്കും. 14-ാം തീയതി ചിൽഡ്രൻസ് ഇടം 13 സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് കന്യാകുളങ്ങര. കൈയടിച്ചു കൊടുക്കും. നല്ല ഒരു മത്സരം തന്നെയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഫൈനലിന് മുന്നേ ഉള്ള ഒരു പോരാട്ടമായി കാണുക. പരാജിതർക്കും ഈ മത്സരക്കളത്തിൽ അവസരമുണ്ട് എന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് പോരാട്ടം ഒരുങ്ങുന്നു. ഇപ്പോൾ ഇതാ ലീഡ് വലിച്ചു ഉയർത്തിക്കൊണ്ട് TVM ബോയ്സ് വെമ്പായം വിജയിച്ച് കയറിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ TVM ബോയ്സ് നെക്സ്റ്റ് റൗണ്ടിൽ ഒരു പിടിയും കൂടെ വരും. അടുത്ത വിളിക്കും. കാർത്തിക പ്രവർത്തകർ ഓടിക്കാം. കടന്നു വരൂ. സിഗ്നേച്ചർ വെള്ളറട കാർത്തിക കരവന്തൂർ കടന്നു വരൂ. സമയത്ത് ചെറുപുഷ്പം വെള്ളടയും വൈക്കിങ്സ് ചന്ദ്രമംഗലം എൻട്രൻസ് റിപ്പോർട്ട് ചെയ്യും. എല്ലാം ടക്ക് മുന്നോട്ട് പോവുകയാണ്. ഫൈനൽ ഹെർക്കുലേസ് വെമ്പായം ലയൺസ് വരിക തയ്യാറാകും. ഒന്ന് ഓടിക്കയറിയ ഒരു ഉഷാറായിട്ട് വരൂ. കാർത്തിക പ്രവർത്തകർ വീണ്ടും നമുക്ക് മുന്നിൽ. 2 പേർക്ക് ഞാൻ വിജയാശംസകൾ നേരുന്നു. പക്ഷേ പരാജയപ്പെടുന്ന ആൾ ഇവിടെ ഓക്കെ. ഇനി ക്ലീനിങ് ഒക്കെ വേണം. നമ്മൾ മുന്നോട്ടൊക്കെ പോകുന്നില്ല. ഒരു പിടിയൊക്കെ പിടിക്കും. വേഗതയോടെ നിങ്ങൾ മത്സരത്തെ നിങ്ങളെ ഫൈനലാണ് എന്തൊക്കെയാണ് ഓൾറെഡി സ്ഥാനം. ഇനി അവര് തൂക്കുവാണെങ്കിൽ തൂക്കാം. ഇനി ഞാൻ എന്നെ എതിർക്കുന്നില്ല. അവിടെ പച്ച പ്രശ്നത്തെ പണിത്രയെന്നല്ലേ 6-10 7 മണിക്കൂറായ ഈ ലൈവ് ചെയ്തവർക്ക് പിന്നെ സംഘാടക സമിതി ശ്രദ്ധിക്കുക. 7 മണിക്കൂറായിട്ട് ഇവിടെ ലൈവ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു കണ്ണ് അവരിലേക്കൊക്കെ ഒന്ന് പോകണം. നിസ്സാരമായ കാര്യമല്ല. പൊട്ടിത്തിറങ്ങി പോകും. എത്രയല്ലേ? 6:32. പ്രിയമുള്ളവരെ, അച്ഛന ബോയ്സ് നട്ടയത്തോടെ അണിയിച്ചൊരുക്കി അഖില കേരള വടംവലി മത്സരം ഫെബ്രുവരി ആദ്യ ശനിയാഴ്ച. അമൽ ഇവിടെ ഉണ്ട്. പ്രാവശ്യം മത്സരം വെക്കണം താങ്കൾ. അത് അമല് മറക്കരുത്. പ്രിയമുള്ളവരെ, ധാരാളം ഓൾ കേരള മത്സരം വെച്ച് അക്ഷര ബോയ്സ് നെട്ടയത്തോണത്തിന്റെ കർമ്മസാരഥികൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവർക്ക് സ്വാഗതം.
ജയതി ഇടമന്റെ സാരഥികൾ ഇവിടെയുണ്ട്, അവർക്ക് സ്വാഗതം. ചിറ്റാലങ്കോട് വിഷ്ണു എന്തെങ്കിലും ഒന്ന് അനൗൺസ് ചെയ്യും. തീർച്ചയായിട്ടും അനൗൺസ് ചെയ്യാനുണ്ട്. 45,555 രൂപയിൽ നിൽക്കുന്ന ഒരു മത്സരത്തിന്റെ ഫൈനൽ കാണാനാണ് ഇവിടെ ആള് കൂടിയിരിക്കുന്നത്. ഈ മത്സരമൊന്നും അവർക്ക് കാണണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറയും. നമുക്ക് അവരുടെ കൈയടി ഉണ്ടാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൈയടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ മാനത്തെ അമ്പിളി വിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ അവരുടെ കൈയടി ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. പരാജിതർക്കും ഇവിടെ അവസരം ഉണ്ടാകണം, കൈയടി ഉണ്ടാകണം, അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാം സ്ഥാനം നിർത്തിയിട്ട് നമ്മൾ 8ാം സ്ഥാനം നടത്താൻ പോയാൽ ആരെങ്കിലും നമ്മൾ അംഗീകരിക്കും. താഴെ നിന്ന് പ്രൈസ് മേളിലേക്കാണ് പോകേണ്ടത്. ഇപ്പൊ ലൈൻസ് പെരിയക്ക് ട്രെയിൻ 8 മണിക്കാണെന്നാണ് അവരെന്നോട് സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെ വിഷമിക്കേണ്ട കാര്യമില്ല. 10:30 സമ്പർക്കക്രാന്തി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. കൊല്ലത്ത് നിന്ന് നോൺ സ്റ്റോപ്പ് ആണ്. 7ാമത്തെ സ്റ്റോപ്പിൽ കാസർഗോഡ്. ഓക്കെ, അതിന് പോയാൽ ഇഞ്ചന്റെ തൊട്ട് പുറകിൽ കയറുക. അവിടെ കിടന്നുറങ്ങിയൊക്കെ പോകാം. റിസർവേഷൻ ടിക്കറ്റ് ഒന്നും എടുത്ത് പൈസ കളയരുത്. 170 രൂപയ്ക്ക് കാസർഗോഡ് കാര്യങ്ങൾ തുടരുകയാണ്. ഇവിടെ പരാജയപ്പെട്ട കാർത്തിക അവിടെ നിൽക്കും. നിങ്ങളെങ്ങനെ പോകാൻ നിൽക്കും. ഇപ്പോൾ ഇവിടെ ലൂട്ടിയും കളിമാനൊരു മതവും ഒരംഗത്തിനും ബാല്യമുള്ള കയറി വരും. 6,666 രൂപയിൽ നിൽക്കുന്നു. കളി 7,777 രൂപ. ഇതിൽ പരാജയപ്പെടുന്ന ആള് 8ാം സ്ഥാനത്തേക്ക് പോകും. അടുത്ത മത്സരം വിജയിക്കുന്ന ആൾക്ക് 9,999 രൂപ ലഭിക്കും. അതിന്റെ ഫിക്സർ നിങ്ങൾക്ക് അറിവുള്ളതാണ്. TVM ബോയ്സ് വെമ്പായവും ഗോൾഡ് സിഗ്നേച്ചേഴ്സ് വെള്ളടയും എൻട്രൻസ് റിപ്പോർട്ട് ക്യൂ ആണ്. ഇപ്പോൾ ഇവിടെ ന്യൂ ടീമും കാർത്തി. അടുത്തത് TVM ബോയ്സും ഗോൾഡ് സിഗ്നേച്ചർ. അതിന്റെ അടുത്തത് ലൂസേഴ്സ് ഫൈനൽ ചെറുവൺ വൈക്കിംഗ്സ് ക്യൂ നിൽക്കും. അതിന്റെ അടുത്തത് രാജകീയമായ ഫൈനൽ ഹെർബളീസ് ലയൺസ് വരിക. നിങ്ങൾക്ക് ഈ മധുവിന് ഇഷ്ടമായെങ്കിൽ അത് കൈയടിച്ച് സ്വീകരിക്കും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞത് ഒരു കോണിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നഗരൂർ മനയില്ലേ പ്രമോഷൻ ലഭിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. പ്രൊമോഷൻ കാർത്തിക പ്രവന്തൂർ അൽകുമാർ, നമ്മളെ കൊച്ചു വന്ന അൽകുമാറും സുജിത്തുമൊക്കെ ഉജ്ജല ചേട്ടായനൂപ് വിജയിക്കുന്ന ടീമിന് 7,777. പരാജയപ്പെടുന്ന 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. 6,666. ബിബിൻ കാശുകൊണ്ടൊരു ബിബിൻ മുന്നെയുണ്ട്. ഇനിയല്ല എവറസ്റ്റിലേക്കുള്ള ക്യൂ പോലാണ്. അടുത്ത മത്സരം സജു ലല്ലു ദയവായിട്ട് എൻട്രൻസ് റിപ്പോർട്ട് ചെയ്യും. അടുത്ത ഗോൾഡ് സിഗ്നേച്ചർ TVM ബോയ്സ് എൻട്രൻസ് റിപ്പോർട്ട് ചെയ്യൂ. ഇരു ടീമുകളും എൻട്രൻസിലേക്ക് കടന്നു വരും. ഗോൾഡ് സിഗ്നേച്ചർ വെള്ളറട, TVM ബോയ്സ് വെമ്പായം. ഇരു ടീമുകളും എൻട്രൻസിൽ ഉണ്ടാകണം അടുത്ത മത്സരത്തിനായി. ഇപ്പോൾ ഇതാ കാർത്തിക പിറവന്തൂർ വേഴ്സസ് ന്യൂ ടീം കിളിമാനൂർ. ബെസ്റ്റ് ഓപ്പൺ പോരാട്ടം. ഒറ്റ മത്സര വിജയം 1,111 രൂപ കൂടുതൽ ലഭിക്കുന്ന ഒരു പോരാട്ടമായി മാറുന്നു. കൈയടിച്ച് തന്നെ സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ. ഒരു പുറത്ത് ചെമ്പടക്കൂട്ടങ്ങളായി കാർത്തിക പിറവന്തൂരെങ്കിൽ മറുപുറത്ത് മധുവെന്ന അതികായകൻ മുന്നണി പോരാളിയായി നിന്നുകൊണ്ട് മത്സരിക്കുന്നു. കൈയടിച്ചു കൊടുക്കൂ. അദ്ദേഹത്തിന് അനുജൻ ആന്റണി അഷ്ടമംഗലം എത്തിയിട്ടുണ്ട്. സ്വാഗതം. വളരെ മനോഹരമായി കളി റൗണ്ട് നമ്മളെ തുടരുക. കാർത്തിക വലിക്കുമ്പോൾ കാർത്തികയുടെ പേരിലൊരു ഡ്രസ്സും പോയിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു കൈയടി അവർക്ക് സമ്മാനിക്കും. വിഷ്ണുപുത്രനുള്ള നിസ്സാചോദനത്തിന് വേണ്ടി വിഷ്ണുവിനെ ക്ഷണിക്കും. ഇവിടുത്തെ മത്സരങ്ങൾ മുറുകുമ്പോൾ ആവേശഭരിതമായി മലർവാടിയുടെ മണ്ണിൽ നല്ല മത്സരമാണ് നമുക്ക് കാഴ്ചവെക്കുന്നത്. 1,111 രൂപ അധികം ലഭിക്കും. തീർച്ചയായിട്ടും ഒരു വിജയത്തോടെ കളിത്തട്ട് വിടാൻ പറ്റും. പുതുവത്സര മത്സരത്തെ ഒരു വിജയത്തോടെ കളിത്തട്ട് വിടാൻ പറ്റുന്ന ഒരു പോരാട്ടം. കൊള്ളാം 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 കൊള്ളാം
കൈയടിച്ചു കൊടുക്കും. ഇതാ വടം തിരികെ പിടിക്കുന്നു. കിട്ടുന്ന ലൂസുകളെല്ലാം പിടിച്ചു മുറുകി തങ്ങളുടെ കാൽപാദങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇമ്പമാർന്ന മത്സരങ്ങൾ വടംവലി കേരളത്തിന് സമ്മാനിച്ചിട്ടുള്ള രണ്ട് ടീമുകൾ ഇഞ്ചോടിച്ച് കൈയടിച്ചു കൊടുത്തേ കട്ടക്കട്ടയ്ക്ക് പോരടിക്കുന്നു. കൈയടിച്ചു കൊടുക്കും പ്രിയമുള്ളവരെ. ഇനിയും തിരികെ വരും. തിരികെ വരുവാൻ കാലുകളുള്ളവരാണ്. കൈയടിച്ചു കൊടുക്കൂ. അതൊരു കാര്യമുണ്ട് വിഷ്ണു. നമ്മളെ മതവും ചേട്ടായനവും തമ്മിലാണ് ഒരു ചെറിയ പെറ്റുണ്ട്. ഈ കളി ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞ് ഇരു ടീമും രണ്ടുപേരും ഈ ബെറ്റ് വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കൈകടിച്ചു കൊടുക്കും. തിരികെ പിടിക്കും പ്രിയമുള്ളവരെ. കൈയടിച്ചു കൊടുക്കും. നല്ല കൈയടി ഉണ്ടെങ്കിൽ നല്ല മത്സരങ്ങൾ നമുക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്ന ടീമുകളാണ്. അപ്പോൾ നല്ല കൈയടി ഉണ്ടാകട്ടെ. ആവേശഭരിതമായ പോരാട്ടങ്ങൾ. താങ്കൾ ശ്രദ്ധിക്കുക, ഞാൻ കടന്നു വരുന്ന ഒരു വഴിത്താരയാണ് ഈ പ്രവന്തൂർ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചേപ്പാടുകാരനാണ്. അപ്പോൾ നമ്മള് കായംകുളം KP റോഡ് വഴി പോകുമ്പോ അതെ മധുവണം വാക്ക് പാലിച്ചു. നിങ്ങൾക്ക് മധുവണെ ഇഷ്ടമാണെങ്കിൽ ഒന്നുകൂടെ കൈയടിച്ച് അതോ കളിയിലും കഴിഞ്ഞു ചെറിയ ചില്ലറാൻ നല്ല ടീമാണ്. ഇനി ഒരു അഭ്യർത്ഥനയുള്ള ഈ ഡ്രസ് പൊന്നു പോലെ സൂക്ഷിക്കുക. ഓക്കെ, വളരെ മനോഹരമായ ഡ്രസ് കോഡാണ്. 6666 എല്ലാവരും കൈ പിടിച്ചിരിക്കട്ടെ. ഇന്നത്തെ മത്സരത്തിന് വേറൊരു മനോഹാരിത കൂടെ ഉണ്ട്. അത് 7ാം സ്ഥാനം കൊടുത്തിട്ട് പറയും. തീർച്ചയായിട്ടും 7ാം സ്ഥാനം നൽകുകയാണ്. സന്തോഷമായല്ലോ അല്ലേ? ഓക്കെ, ഇന്ന് ഈ മത്സരം അപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന TVM ബോയ്സ് ഓടി കയറും. കടന്നു ഗോൾ സിഗ്നേച്ചർ രണ്ടുപേരും 6ാം സ്ഥാനത്ത് നിൽക്കുന്നു. അവിടെ ഒരു പ്രതീക്ഷകൻ വളരെ സന്തുഷ്ടനാണ്. കാരണം 1000 രൂപ വ്യത്യാസം ഉള്ളെങ്കിലും അദ്ദേഹത്തോടൊന്ന് കളവൊന്ന് നിർത്താനുള്ള ആഗ്രഹമുണ്ട്. TVM ബോയ്സ് വരും. അപ്പോൾ ഇതോടെ 5ാം സ്ഥാനം കഴിയുന്നു. പിന്നെ നമ്മൾ 3-4 പോകുന്നു. ഓക്കെ, ലൂസ് ക്യൂബാലിക്കും അതിനുശേഷം ഫൈനൽ ലൈൻസ് വലിയ ക്യൂ ക്യൂ. കളിക്കാരെ പരിചയപ്പെടുന്നതിന് വേണ്ടി തയ്യാറാവും. കളിക്കാരെ പരിചയപ്പെട്ട് ഷേക്കാൻ്റെ കൊടുക്കണം. ജോലികളുണ്ട്. 44 ടീമാണ്. ഞാൻ സൂചിപ്പിക്കുമെന്ന ഒരു കാര്യമുണ്ട്. അത് പറഞ്ഞു കേൾക്കാൻ. തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ ഒരു മാസം മുന്നേ ഈ ഒരു മത്സരം നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ അല്ലാതെയും ഒക്കെ അറിഞ്ഞ ഒരു മത്സരമായിരുന്നു. അപ്പോൾ മത്സരത്തിൽ പല രീതിയിലുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും 2 ദിവസം മുന്നേ 2 മത്സരങ്ങൾ ഇന്ന് ഈ മത്സരത്തിന് ഈ ദിവസം തന്നെ സംഘടിപ്പിച്ചിട്ട് പോലും നമ്മുടെ തരംഗശൈലി ടീമുകൾ മുഴുവൻ ഇന്നിന്റെ 55,000ന്റെ ഇന്നിന്റെ ഈ കോട്ടിൽ കരവാളൂരിന്റെ മണ്ണിൽ തന്നെ വന്നെത്തി എന്നത് വലിയൊരു കാര്യമായി ഞാൻ കണക്കാക്കുന്നു. എന്ന് ഇത് നമ്മുടെ ഈ കരവാളൂരിന്റെ മലർവാടിയുടെ വിജയമായി ഞാൻ കണക്കാക്കുന്നു. ഇന്ന് ഈ 3 മത്സരങ്ങളുണ്ട് ഉള്ള ആ ഒരു സമയത്തും മുഴുവൻ തരംഗശൈലിയുടെ മുഴുവൻ ചാമ്പ്യന്മാരും ഇന്ന് ഈ മത്സരക്കളത്തിലേക്ക് എത്തിച്ചേർന്നു എന്നത് ഇന്നിന്റെ മത്സരത്തിന്റെ ഒരു വലിയ വിജയമായി ഞാൻ കാണുന്നു. അപ്പോൾ ആ മുഴുവൻ ക്രെഡിറ്റും മലർവാടിയുടെ ലങ്കയുടെ പിള്ളേർക്ക് ഞാൻ സമ്മാനിക്കുന്നു. ആൾക്ക് കൈയടിക്കാൻ വയ്യ വിഷ്ണു. എല്ലാവരും ക്ഷീണിതരാണ്. അവരെ കുറ്റം പറയാൻ ഒക്കത്തില്ല. തീർച്ചയായിട്ടും 7 മണിക്കൂർ കഴിഞ്ഞെന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞ സമയമായോ നോക്ക്. ഞാൻ പറഞ്ഞ സമയത്തിലേക്ക് വരും. 7 മണിയാണല്ലോ ഞാൻ പറഞ്ഞത്. അത് കറക്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ 6 അപ്പൊ ഞാൻ 6 പറഞ്ഞെങ്കിൽ ഇപ്പൊ ലേറ്റായിട്ട് കളി പോകുന്ന കാരണം നല്ല പോരാട്ടം നടക്കുന്നത്. അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി നൽകി. കരവാളൂരുകാരെന്ന് കൈയടിച്ച്. തീർച്ചയായിട്ടും ആർക്കും വയ്യാന്ന് പറയുന്നത് ക്ഷീണതരാന്ന് പറയുന്നത് എക്സ്പെഷ്യലി മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു മത്സരത്തിന് മാറ്റൊലി കൂട്ടിയിരിക്കുന്നു. ശ്രീരാഗം പതക്കനെ മുന്നോട്ട് പോകണം. കളി ഇവിടെ കഴിഞ്ഞിട്ടില്ല. പതക്കനെ മുന്നോട്ട് പോകും. ഇനി ലൂസേഴ്സ് ഫൈനലൊക്കെ ഉണ്ട്. കളി ഇവിടെ തുടരുക. ആവേശകരമായ പോരാട്ടം മുറുകുന്നു. ഇവിടുത്തെ ഗോഡ് സിഗ്നേച്ചർ ശ്രദ്ധേയമായ
ലീഡ് വലിച്ചുയർത്തുന്നു. 4 അടിയോളം ലീഡ് വലിച്ചുയർത്തി ഗോഡ് സിഗ്നേച്ചർ ലീഡ് ചെയ്യുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ TVM ബോയ്സ് വെമ്പായവും മത്സരിക്കുന്നു. എല്ലാ ശക്തമായ ലീഡ് വലിച്ചുയർത്തിയിരിക്കുന്നു. ഗോഡ് സിഗ്നേച്ചർ വെള്ളരടക്കാര് മത്സര വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. TVM ബോയ്സ് വെമ്പായം 6ാം സ്ഥാനം 8888 ഹ്യൂജമാണ് ക്യാപ്റ്റൻ വരും. പ്രതീക്ഷയോടെ നിൽക്കൂ. ഓടി വരും അതിനെ പേടിക്കാൻ ഓടി വരും. എല്ലാവരും കൈകഴിച്ച് സ്വീകരിക്കുകയും 6ാം സ്ഥാനം TVM ബോയ്സ് വെമ്പായം 8888. താങ്ക് യു. 5ാം സ്ഥാനം ഗോൾഡ് സിഗ്നേച്ചർ വെള്ളം അറിയിക്കുന്ന ഒരു പ്രതിഫലമാണ് അവർക്ക് കിട്ടിയ ഒരു മരണഗ്രൂപ്പിലേക്ക് അകപ്പെട്ട ടീമാണ്. താങ്ക് യു. പ്രിയമുള്ളവരെ ലൂസേഴ്സ് ഓടിക്കറോ ചെറുപ്പം വൈക്കം ചന്ദ്രൻ അജിത്ത് മണിയാറെ ഇങ്ങോട്ട് കയറി വരൂ. എല്ലാവരും കൈകടിച്ച് നമ്മളിപ്പോ ഒരു കിളി പോയവരുടെ കിളിയെല്ലാം നേരെയായി. ഇനി 2 മത്സരം മാത്രം ആവശ്യം. സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. പ്രൈസ് വാങ്ങിയുള്ള ടീമുകൾ നമ്മുടെ TVM ബോയ്സിന്റെ കളിക്കാരൻ വയ്യാതെ കിടക്കുന്ന കിച്ചുവിനെ മറക്കരുത് എന്നൊന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും അദ്ദേഹത്തിന് സംഭാവന നൽകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളെ സബീർ വമ്പായം വേദിയിലുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ചെറുവിൽപ്പം മത്സരിക്കുന്നില്ലേ അവരും സമീർ. പ്രിയമുള്ളവരെ 11,111 രൂപയിൽ നിന്ന് കളിക്കുന്നു. കളിവിജയം 3ാം സ്ഥാനം. മണിയാറങ്കയെ നീന്തിക്കയറുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ മണിയാറങ്കയമല്ല കല്ലടയാറെ ഞങ്ങളെ ഭാഗത്തുള്ളൂ എന്ന് അയ്യത്ത് മണിയാറ് സൂചിപ്പിച്ചിരുന്നു. അത് കൃത്യമാണോ എന്ന് ഒന്ന് തിരക്കേണ്ടിയിരിക്കുന്നു. കല്ലടയാറിന്റെ തീരത്തു നിന്നും അജിത്ത് മണിയാറിന്റെ നാമധേയവുമായി എത്തിയിരിക്കുന്ന വൈക്കിൽ ചന്ദ്രമംഗലത്തിന് വേണ്ടി മുന്നണി പോരാളിയായി അജിത്ത് മണിയാർ നിൽക്കുമ്പോൾ മറുപുറത വാസു എന്ന നാമധേയം ചെറുപ്പത്തിന് വേണ്ടി നിൽക്കുന്നു. കളിക്കാരെ പരിചയപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ ബാധ്യതകൾ നിങ്ങൾ സൈഡിൽ കൂടെ ഷേക്കാൻ കൊടുത്ത് പോകും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മത്സരം വെച്ചിട്ട് പിന്നെ നമ്മൾ എന്തിനാണ് നടത്തുന്നത്? നിങ്ങളെല്ലാം നമ്മളെ ലങ്കയുടെ പിള്ളേരുകൾ വരും, മലർവാടിയും വരും. നിങ്ങളൊരു ഓടി ഷേക്കാൻ കൊടുത്ത് പോകും. ലങ്കയുടെ പിള്ളേർ ഇഷ്ടവും ഇങ്ങോട്ട് വന്ന് ഷേക്കാൻഡ് കൊടുക്കും. എല്ലാരും വരും. ലങ്കയുടെ പിള്ളേർ കംപ്ലീറ്റ് ആൾക്കാർ വന്നൊന്ന് ഷേക്കാൻഡ് കൊടുത്ത് പോകും. ഈ ഒരു 10 മിനിറ്റത്തേക്ക് ഊർജ്ജസ്വലത കളയരുത്. ഇനി കൊടുക്കണ്ടോ ഫൈനലാപ്പോ നാലാം സ്ഥാനമായ 11,111 രൂപയിൽ നിന്ന് കളിക്കുന്ന 2 ടീം. നമ്മള് റെസ്റ്റോറൻറ്റിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവർ 2 ടീമിലെ കളിക്കാരെ കാണികൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. വിജയം നിങ്ങൾ ആലോചിക്കുക 22,222 രൂപയിലേക്ക്. ഇവിടെ ലൂസേഴ്സ് ഫൈനലാണോ ഫൈനലാണോ എന്നെനിക്ക് സംശയം. പക്ഷേ പ്രൈസ് മണി കൊണ്ടൊരു ഫൈനലും സ്ഥാനനിർണ്ണയം കൊണ്ട് ലൂസേഴ്സ് ഫൈനലുമായിട്ട് മാറിയിരിക്കുന്ന അയലത്തുകാർ തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ 13-22 കാട്ടാക്കടയും വെള്ളാറുടെയും ചെറുപടി പറഞ്ഞ കൈകൊണ്ടോ വാസും എല്ലാവരും കൈകൊണ്ടിരിക്കും. മുന്നാമ്പായി സ്പോൺസർ ചെയ്തിരിക്കുന്നു. അനീഷ് PMC കണ്ണൻ, വിനീത്, സബിൻ, സന്തോഷ് കാണ്ടാക്കട, രഞ്ജു കാണ്ടാക്കട, അനന്തകൃഷ്ണൻ, കോച്ച് സമീർ. അജിത്ത് മണിയാറ് കൈകൊണ്ടു, സജിൻ, സന്ദീപ്, ഷിബു, ജയകാന്ത് റിപ്പോർട്ട് ചെയ്യൂ, ലല്ലു, സജു,
രഞ്ജിത്ത്, സായൻ, കോച്ച് ബിപിൻ. പ്രിയമുള്ളവരെ, രണ്ട് പരുന്നുകൾ, ചെമ്പരുന്നുകളും പച്ചപ്പരുന്നുകളും നമ്മളെ പശ്ചോത്തരയിൽ വിജയിക്കുന്ന ടീം മൂന്നാം സ്ഥാനം. കാണികളത് കൈയടിച്ചു. 44 ടീമുകൾ പങ്കെടുത്തതിൽ 320 കളിക്കാരെ നമ്മളോട് ഇവിടെ പറഞ്ഞ് കഴിഞ്ഞു. 32 കളിക്കാർ വീണ്ടും അവശേഷിക്കുന്നു. ഐതിഹാസികമായ പോരാട്ടം ഇവിടെ തുടരുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ പൈലറ്റ് മത്സരം ഒന്ന് സൂചിപ്പിക്കും. മന്ത്രിമാർ പിന്നാലെ വരുന്നുണ്ടോ എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ട് ഫൈനൽ മത്സരാർത്ഥികൾക്ക് വീതി ഒരുക്കിക്കൊണ്ടുള്ള പരാജയപ്പെട്ടോടെ സന്തോഷ് എന്ന പോരാളി നയിച്ചുകൊണ്ട് PMC കണ്ണനും അനേഷും വിനീത് സബിനും സന്തോഷ് കാട്ടാക്കടയും രഞ്ജു കാട്ടാക്കടയും അനന്തകൃഷ്ണൻ കോച്ച് സൈഡിൽ അജിത്ത് മണിയാറ് കല്ലടയാറിന്റെ തീരമാണ്. വിഷ്ണു നാവായിക്കുള്ള ശ്രദ്ധിക്കുക. അജിത്ത് മണിയാറ് കല്ലടയാറിന്റെ തീരത്തുള്ള വ്യക്തിയാണ്. തീർച്ചയായിട്ടും പുള്ളി എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ മണിയാറെന്ന് സൂചിപ്പിക്കുവാനുമാണ് ഏവർക്കും ഇഷ്ടം. അങ്ങനെയാണ്. ഷിബു, ലല്ലു, സജു, രഞ്ജിത്ത്, സായൻ വേണ്ടി ക്രാന്തിയെ പോരാട്ടം ഒന്ന് കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. ചൈനു ടീമുകൾ പോരാട്ടത്തിലേക്ക്. മത്സര വിജയം 3ാം സ്ഥാനം, പരാജയം 4ാം സ്ഥാനം. ചെറുപുഷ്പം വെള്ളട വേഴ്സസ് സജീർ പട്ടാള മാറ്റം. ഷാഹിർ അലിക സ്പോൺസർ ചെയ്തിരിക്കുന്ന വൈക്കിംഗ് ചന്ദ്രമംഗലം കാട്ടാക്കടവിന് കൈയടിച്ചു കൊടുക്കും. ഈ മത്സരം കഴിഞ്ഞാൽ കലാശം പോരാട്ടം കോർട്ടിൽ ആരംഭിക്കുന്നു. ഇരു ടീമുകളും തയ്യാറാവും. മലർപാടി ലങ്ക ബോയ്സ് രാഷ്ട്ര സ്പോർട്സ് ക്ലബ്ബ് കരവാളൂർ അണിയിച്ചൊരുക്കിയ അഖില കേരള വടവര മത്സര കലാശ പോരാട്ടത്തിനായി ഇരു ടീമുകളും തയ്യാറാവുക. കൈയടിച്ചതിന് സ്വീകരിക്കും. പ്രിയമുള്ളവരെ, മലർവാടിയുടെ അംഗത്തട്ടിത തീ പിടിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ തണുത്ത പാതിരാത്രിയിലും നമ്മൾ കാത്തിരുന്ന ആ ഫൈനലിന് മുന്നേ ഉള്ള ഫൈനൽ ഒന്ന് കൈയടിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, ആവേശം കൊണ്ടിതാ കൊടിമുടി തീർന്നുകൊണ്ട് വമ്പന്മാരും കൊമ്പന്മാരും ഒക്കെ കണ്ടുമുട്ടിയ വേദിയിലിതാ തീപിടിപ്പൻ പോരാട്ടം കൈയടിച്ചു കൊടുക്കുന്നു. ചന്ദ്രമംഗലം കാട്ടാക്കട കൊടുക്കുവാൻ മനസ്സിലാതെ വാസവും സംഘവും ഇതാ വീണ്ടും എൻജികൾ വിളിച്ചു വരികേണ്ട അജിത്ത് മണിയാറ് സംഘം. ചെമ്പരന്തുകളുടെ 2 പരുന്നുകൾ കൂട്ടിയിടിച്ചതിൽ ചെമ്പരന്തുകൾ മുന്നോട്ടുള്ളത്. കാണികളെ കൈകടിച്ച് സ്വീകരിക്കും. ഒരാൾ അലസനെ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. കുറച്ചുനേരം കാണാനില്ലായിരുന്നു. അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. 11,111 രൂപയിൽ നിന്നും 22,222 രൂപയിലേക്ക് നടക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു മത്സരം. തീർച്ചയായിട്ടും അതിനാണ് നമ്മൾ ലൂസേഴ്സ് ഫൈനൽ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇരട്ടി മധുരം, ഇരട്ടി പ്രൈസ് മണി. തീർച്ചയായിട്ടും നല്ല ഒരു സന്തോഷം നൽകുന്ന ഒരു നിമിഷം. എനിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് ആ മഴ തുള്ളി വന്നപ്പോ സത്യസന്ധമായിട്ട് പറഞ്ഞ എന്റെ ഹൃദയത്തിൽ വെല്ലുവിളി വെട്ടി എന്ന് പറയുന്നതാണ് സത്യം. സമീ ശർമ്മ വളരെ സന്തോഷകരമായി ഒന്ന് ദൈവത്തിനെ ധ്യാനിച്ചു. അതിന്റെ ഫലമുണ്ടായി. മാനത്ത് ചന്ദ്രകല അത് കൈകടിച്ച് സ്വീകരിക്കുക. പ്രിയമുള്ളവരെ, അതിമനോഹരമായ 2 ദേശത്തിന്റെ നടുക്കാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഒരു സൈഡിൽ അച്ഛന്, അടുത്ത ഭാഗത്ത് പുനര്. രണ്ടും ചരിത്രത്തിലും പുരാണത്തിലും ഇതിഹാസത്തിലും എല്ലാം സുപ്രസിദ്ധമായി മാറിയിരിക്കുന്ന 2 സുപ്രീം പോയിന്റ്. കളി ഇവിടെ തുടരുകയാണ്. 5 നമുക്ക് പറയാം 5 ചോദ്യങ്ങളുടെ നാടാണ്. 5 തർക്കങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയുള്ളതായിരിക്കും. മണിച്ചെന്ന് സൂചിപ്പിക്കുകയാണ്. അഞ്ചൽ കുളമോ ചിറ. ആദ്യത്തെ ഒരു തർക്കമാണ്. ഒരു ചിറ എന്ന് പറയുമ്പോൾ ചതുരത്തിലുള്ളതായിരിക്കണം. കുളം എന്ന് നമ്മൾ പറയുമ്പോൾ അത് റൗണ്ടായിരിക്കും. ഈ അഞ്ചൽ കുളം ഒരിടത്ത് നോക്കുമ്പോൾ ചന്ദ്രാകൃതിയിൽ കാണാൻ സാധിക്കുന്നു. ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഒരു റൗണ്ടായിട്ട് കാണും. അതുകൊണ്ടാണ് അഞ്ചല് കുളമോ ചിറയോ എന്നുള്ള തർക്കത്തിൽ ഇരിക്കുന്നത്. അടുത്ത തർക്കം അഗസ്ത്യക്കോട് മുനി ആണോ പെണ്ണോ.
അഗസ്ത്യകോട് ഒരു താമസിരുന്നു. അദ്ദേഹത്തിന്റെ ഈ വിഗ്രഹം മറിഞ്ഞു കിടക്കുന്നതിന് അത് ഉയർത്തി നോക്കിയാൽ മാത്രമേ ലിംഗനിർണ്ണയം നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരിടത്താണ് ഒരു മാറിടം ഛേദിച്ച് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ലിംഗനിർണ്ണയം നടത്താത്തതുകൊണ്ട് ആണ് അഗസ്ത്യകോട് മുനി ആണോ പെണ്ണോ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഏറെ ഒരു വയലിലോ ഒക്കത്താ ദൂരത്ത് ഒരു വയലിലൂടെ നടന്ന് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രം ഒരു ഉയർന്ന പ്രദേശത്താണല്ലോ നിൽക്കുന്നതെന്ന് തോന്നുന്നത്. അങ്ങനെയാകുമ്പോഴാണ് അത് വയലിലാണോ കരയിലാണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നത്. അടുത്തത് ഈ മത്സരത്തിന് ഏറ്റവും പ്രധാന പോയിന്റ് അതാണ്. ഇപ്പോൾ കളി തുടരുകയാണ്. തീർച്ചയായിട്ടും കൈയടിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ട പോരാട്ടമായി ഇതാ മാറിയിരിക്കുന്നു. ഒരു ബ്രത വൈകിങ് ചന്ദ്രമംഗലം കാട്ടാക്കട ഇതാ ആദ്യ സെറ്റ് മത്സരം വിജയത്തോടെ ആ വീറോട് കൂടി മത്സരിക്കുമ്പോൾ മറുബ്രത പച്ചപ്പരുന്നുകൾ ഷെർപുഷ്പം വെള്ളറട വാസു എന്ന അധികായകന്റെ മുന്നെടുത്തതിൽ ഇതാ പോരുമുറുകുന്ന പോരാളികളും ഇതാ ആവേശ തിമിർപ്പിൽ ഇങ്ങനെ ആറാടുമ്പോൾ പോരാട്ടം പോരാളികളും സംഘവും അത് കൈയടിച്ചു കൊടുക്കും. പോരാട്ടം ഇതാ പോരാട്ടത്തിലേക്ക് രണ്ട് ചൈനീസ് ടീമുകൾ ഇതാ ചെറുപുഷ്പ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചുവന്ന പടയാളികൾ ഒരു പ്രതിഭ മണിയാറ് സംഘവും കയറുമ്പോൾ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ലാതെ പച്ചപ്പരുന്നുകൾ പ്രിയമുള്ളവരെ കൈയടിച്ചു കൊടുക്കൂ. അഴകിനോട് അഴകിതാ ചേർത്ത് പിടിച്ചിരിക്കുന്നു. കണ്ടക്കടയിലെ സുൽത്താക്കന്മാർ ഇതാ വന്നിരിക്കുന്നു. കൈയടിക്കൂ. ഇപ്പോൾ ചെമ്പരന്തുകളാണ് മുന്നിട്ട് അജിത്ത് മണിയാറ് മുന്നിൽ നമ്മൾ നയിച്ചുകൊണ്ട് ഇതാ സജന സന്ദീപ് ശിവു ലെല്ലവും സജവും രഞ്ജിത്തും സായത്തും ബിബിദാസിന്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കുവാൻ വെമ്പൽ കൊണ്ടുകൊണ്ട് ഇതാ നമുക്ക് വാസുവെന്ന സന്തോഷം PMC കണനും അനേഷും വിനേതും സബിൻ സന്തോഷ് കണ്ടാക്കടെ നിജു കണ്ടാക്കടെ അനന്തോ കൃഷ്ണനും അതേ അഞ്ചലുകാരനാണ് അതേ മാറി മറിയുന്നു. പ്രിയമുള്ളവരെ ചെന്നെത്തുവാൻ പടവുകൾ ഏറെ ഉണ്ടെന്ന് കാട്ടി തന്ന തരംഗശൈലികളെ കുലപതി കൂട്ടങ്ങൾ രണ്ട് പുറത്തുമായി മത്സരിക്കുന്നു. ഒരു പുറത്ത് സുൽത്താക്കന്മാരായി ഈ വടംവലി കേരളത്തിന്റെ എണ്ണമറ്റ കിരീടങ്ങൾ അവരുടെ ഷോക്കേസ് അലങ്കാര വസ്തുവാക്കിയ ടീമുകൾ ഇതാ മത്സരിക്കുന്നു. കൈയടിച്ചു കൊടുക്കൂ. 22,222 രണ്ടുപേരും പോരടിച്ച് വീണവരാണ്. അതുകൊണ്ട് ഈ പോരാളികളെ കൈയടിച്ച് തീർച്ചയായും നമ്മളെ അവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കലാശ പോരാട്ടം മലർവാടി ലങ്കാ ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കരവാളൂർ അണി ജലസ്ഥിരമാക്കിയ കേരളക്കരയിലെ 44 ടീമുകൾ പങ്കെടുത്തുകൊണ്ട് ഈ നാടൊരുക്കിയ നാട്ടാംഗ കളിത കലാശ പോരാട്ടം അന്തിമ യുദ്ധം ഈ ടീമിനെ കൈയടിച്ച് സ്വീകരിക്കും. ഇതാ സകലയ കരവാളൂർ സ്പോർട്സ് എത്തിയിരിക്കുന്ന ലയൺസ് ഏരിയ കാസർഗോഡ് ഇതാ ചന്ദ്രൻ അഖിൽ അശ്വൻ ശിവജിത്ത് വിനോദ് പ്രിയമുള്ളവരെ കരവാളൂർ സ്പോൺസർ ചെയ്ത ടീം കരുത്തിന്റെ ദേവൻ ഹെർക്കുലീസ് തിരുവനന്തപുരംകാരും വരികയാണ്. കൈയടിച്ചു കൊടുക്കൂ. പ്രിയമുള്ളവരെ അടുത്ത ടീം ചോസ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ അഞ്ചലിന്റെ രണ്ട് കാര്യം കൂടി പറയുന്നു. അടുത്തത് വടകോട് കാഞ്ഞിരം കഴിക്കുമോ ഒരു ചോദ്യം. വടകോട് മണക്കാട്ട് മാധവപ്പിള്ളയുടെ വീട്ടിൽ ഒരില ക്ഷീരത്തിലെ ഇല മധുരരസം പുറപ്പെടുവിക്കുന്നുണ്ട്. മറ്റ് ഇലകളൊന്നും മധുരമോ കയ്പോ പുറപ്പെടുവിക്കും. എന്നാൽ ഈ കാഞ്ഞിര കൊണ്ട് കായ്ക്കുന്നത് കാഞ്ഞിരം കായ്ച്ചാൽ മാത്രമേ കാഞ്ഞിരക്കൊരു എടുത്ത് രുചിച്ച് നോക്കിയിട്ട് കാഞ്ഞിരം കഴിക്കുമോ മധുരിക്കുമോ എന്ന് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയാണ് ആ തർക്കം നിലനിൽക്കുന്നത്. അടുത്ത കുറക്കാടുകാര് ഇല്ലമാണ് സ്വരൂപം. കുറക്കാട് മലബാറിൽ നിന്ന് വന്നവരാണ്. തർക്കമുണ്ട്. അവരില്ലമാണ് സ്വരൂപമാണോ എന്നുള്ള തർക്കം. 5 തർക്കങ്ങൾ കൈയടിച്ച് സ്വീകരിക്കൂ. ആവേശമുണർത്തുന്ന ഫൈനലിൽ അഞ്ചലിന്റെ 7 കിലോമീറ്റർ റൈറ്റിലേക്ക് മാറി
ഇപ്പോൾ നിൽക്കുന്ന കരവാൾ ഇതാ നമുക്ക് വേണ്ടി കരുത്തിന്റെ ദേവളെ പെരിയ മത്സരം പ്രിയപ്പെടാൻ നിൽക്കും. എല്ലാവരും വരും. കാസർഗോഡ് പ്രിയമുള്ളവരെ, നമ്മുടെ ഏറ്റവും വടക്കൻ അതിർത്തി ജില്ലയായ കാസർഗോഡ് കുസിനിക്കോട് എന്ന കന്നഡ വാക്കിൽ നിന്നാണ് കാസർഗോഡ് എന്ന വാക്കുണ്ടായത്. ധാരാളം കാഞ്ഞിരമരം നിന്നൊരു സ്ഥലമായതുകൊണ്ട് കാഞ്ഞിരക്കോട് എന്നൊരു പേരുമുണ്ട്. സപ്തഭാഷ സംഗമഭൂമി എന്ന് രാജേഷ് പറഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുക, തുളു, ഉറുദു, കൊങ്കണി, മറാഠി, കന്നഡ, മലയാളം ഭാഷകൾ സംസാരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് സപ്തഭാഷ സംഗമഭൂമി എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ബാലരാമപുരം കോട്ടൻ കൊടിത്തരങ്ങളും സാരികളും ഭൗമസൂചകൻ ആഗോളത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്ന് ഇടപെട്ടിട്ടുള്ള ആണ് കാസർഗോഡ് സാരികൾ. കൈകടിച്ച് സ്വീകരിക്കും. 4 തുണിത്തരങ്ങളാണ് കേരളത്തിൽ നിന്ന് ആഗോളതലത്തിൽ പ്രശസ്തമായിരുന്നത്. ചേന്നപ്പള്ളി മുണ്ടുകള്, കുത്താമ്പള്ളി സാരികള്, കാസർഗോഡ് സാരികൾ, പോരാണ്ട് നമ്മുടെ ബാലരാമപുരം സാരികൾ, കോട്ടൺ തുണിത്തരങ്ങൾ. ഇപ്പോൾ ആദ്യമായിട്ട് ഭാരതത്തിൽ ഇന്ത്യയിലെ ഒരു ജില്ല ദേശീയ വൃക്ഷത്തിനെയും ദേശീയ ജില്ലാ പക്ഷിയെയും ജില്ലാ ജലജീവിയെയും ജില്ലാ വൃക്ഷത്തിനെയും തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് കാസർഗോഡ്. ഒരു വൃക്ഷമായി തിരഞ്ഞെടുത്തിരിക്കുന്ന കാഞ്ഞിരമാണ്. പക്ഷി എന്ന് പറഞ്ഞാൽ ഈ വെള്ള വയർ കടൽപ്പരുന്നാണ് ഇവിടെ പക്ഷി. പുഷ്പമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവരുടെ ദേശത്ത് അവർക്കറിയാൻ തോന്നുന്നു. പെരിയ ദേശത്ത് ഓളത്താളി എന്നുള്ളൊരു സസ്യമുണ്ട്. അതാണ് അവരുടെ ദേശീയ പുഷ്പം. ദേശീയ ജീവിയായിട്ട് പരിസ്ഥിതി പുഴയിൽ ഉള്ള പാലപ്പൂവൻ ആമ്പകൾ കൈവരിച്ച് ശരിയാണ് പെരിയ നിൽക്കുന്നു. ഇതാ പ്രിയമുള്ളവരെ, കേരളത്തിൽ യക്ഷഗാനം ചിട്ടപ്പെടുത്തിയ ഏക കലാരൂപമുള്ള ഡിസ്ട്രിക്ട് കാസർഗോഡാണ്. കൈകടിച്ച് സൈഡിൽ ഇതാ വെമ്പായം നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഇതാ പ്രിയമുള്ളവരെ, സാക്ഷാൽ രാജ കേശവദാസൻ അലൈമൻ ചെയ്ത കേശവദാസപുരം തുടങ്ങി അങ്കമാലിയിൽ സ്റ്റേറ്റ് ഹൈവേ നമ്പർ 1 നമ്മൾ ഓമന പേരിൽ വിളിക്കുന്ന എക്സ് റോഡിൽ 18 കിലോമീറ്റർ മാറി ഇതാ മഞ്ഞയിലും പച്ചയിലും കൈകടിച്ച് സ്വീകരിക്കും. കളിക്കാരെ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനിയും കാണികൾക്ക് മുന്നിൽ കളിക്കാരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലയൺസ് വരിക ശ്രദ്ധേയക്രമങ്ങൾ എഴുന്നേറ്റി ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തണം. എഴുന്നേറ്റി ഫ്രണ്ട് കളിക്കാരൻ മണി കൈയടിച്ച് സ്വീകരിക്കും. വിശ്വം, ചന്ദ്രൻ, അഖിൽ, അശ്വൻ, വിജേഷ്, ശിവജിത്ത്, വിനോദ്, കോച്ച്, സമോജ്. വേറെ പേരാണ് അതിന്റെ. വളരെ ആദ്യമായിട്ട് ഞാൻ കേൾക്കണം. വളരെ താങ്ക്സ്. അപ്പോൾ മണക്കോ കൈകെടുത്തു. സജയൻ ഒന്ന് കൈകടിച്ച് പ്രോത്സാഹിപ്പിക്കും. വിഷ്ണു, നിസാറ്, ചന്തു, സജൻ, സജു, പ്രിയമുള്ളവരെ, 2 പേർക്കും വിജയാശംസ നേർന്നിരിക്കും. കലാശക്കെട്ട് പോരാട്ടമിത ഒന്ന് കൈയടിച്ച് സ്വീകരിക്കും. സപ്തഭാഷാ സംഘഭൂമിയുടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കാസർഗോഡ് ജില്ലയെ പ്രതികരിച്ചുകൊണ്ടത് ലയൺസ് പെരിയ സഹൃദയുടെ കരവാളുടെ അംഗത്തട്ട ചൂട് പിടിച്ച് ചാമ്പ്യൻ സ്പോൺസർഷിപ്പിൽ മറച്ചേരിത ലങ്കാ ബോയ്സിന്റെ സ്പോൺസർഷിപ്പിൽ ഈ സീസണിൽ 45ാമത് ലക്ഷ്യമിട്ടുകൊണ്ട കൈയടിച്ച് സ്വീകരിക്കും. തുടരുകയാണ് പ്രിയമുള്ളവരെ. ഇതിന്റെ പടക്കോട്ടയിൽ ഇതാ കരവാളൂരിന്റെ തിരുഹൃദയത്തിൽ വീട് നിർത്തിക്കൊണ്ട് ചന്ദ്രൻ പ്രിയമുള്ളവരെ, ലയൺസ് പെരിയ ലീഡ് ചെയ്യുന്നു. വീണ്ടും മുന്നോട്ട് കയറുകയാണ്. സർവേ കരവാളൂരിന് വേണ്ടി ഇതാ വെള്ളയുടെ ഏറ്റവും ഉജ്ജ്വലവണ്ണം ആവേശമുണ്ടാ ഹരം പിടിപ്പിക്കുന്ന പോരാട്ടമായി മാറിയിരിക്കുന്നു. ആദ്യ മത്സരം വിജയിച്ചുകൊണ്ടത് സഹൃദയ കരവാളൂർ സ്പോൺസർ ചെയ്ത സപ്തഭാഷാ സംഘഭൂമിയിൽ നിന്ന് കരവാളൂരിന്റെ അംഗത്തട്ടിലെത്തി ചേർന്ന ലയൺസ് പെരിയ കാസർഗോഡ്. തീർച്ചയായിട്ടും 2ാം സെറ്റ് പോരാട്ടങ്ങൾക്കായി തരംഗത്തിന്റെ
ഈ ജില്ലമായ നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്നും കടന്നെത്തിയ HR എന്ന ഹെർക്കുലീസ് വെമ്പായവും കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കടന്നെത്തിയ ലയൺസ് പെരിയ ടീമും ഇതാ മത്സരക്കളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അഖില കേരള വടംവലി മത്സരത്തിൽ പുല്ലൂരുകാരൻ പുറവന്തൂരുകാരനായ അൻവറിനെ പ്രത്യേക ഈ സമയത്ത് ഒരു സിൻസിയർലി താങ്ക്സ് അറിയിക്കുകയാണ്. അദ്ദേഹം ഓൺലൈനിലുണ്ട്. മനോജ് കടക്കം ഓൺലൈനിൽ നിൽക്കുന്നു. ആശംസകൾ അറിയിച്ചുകൊണ്ട് ഷജീർ കലയപുരമുണ്ട്. അതെ അതെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഈ സാംസ്കാരിക കേരളം തുള്ളി കളിക്കട്ടെ. അതെ കരവാളൂരിൽ തുള്ളിക്കളിക്കുന്നു. അപ്പോൾ ആവേശം കൊണ്ട് വിരുന്നൂട്ടിയ കരവാളൂരിന്റെ മണ്ണ്, ലങ്കയുടെ മണ്ണ്, ഇന്ന് മത്സരകളത്തിൽ വടർവാടിയുടെ മണ്ണിത നമ്മുടെ ശരീരക്കട ഭാഷയിൽ പറഞ്ഞാൽ ലങ്കയുടെ മണ്ണ് തുള്ളിക്കളിക്കുന്നു. ഇന്നലെ പാതിരാത്രി തുടങ്ങിയ മത്സരം ഇന്ന് തണുത്ത വെളുപ്പാൻ രാവിലെയും ഇന്നിന്റെ ഫൈനലിലേക്ക് കടക്കുന്നു. കാസർഗോഡ് വേഴ്സസ് തിരുവനന്തപുരം, അനന്തപുരി വേഴ്സസ് സപ്തഭാഷ സംഗമഭൂമി. അതെ, മത്സരത്തിന് വീറ് കൂടുന്നു, വാശി കൂടുന്നു. എന്തൊരഴക് മത്സരം ഇത്, എന്തൊരു ഭംഗി, എന്തൊരഴക്. കനകകാന്തിയാൽ ഇതാ വടത്തിനെ ചുംബിച്ചുകൊണ്ട് രണ്ട് ടീമുകൾ. അതെ, കൈയടിത്താളങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടാകട്ടെ, ആരവങ്ങൾ ഉണ്ടാകട്ടെ. അണിഞ്ഞൊരുക്കൊണ്ട് ലയൺസ് പെരിയ ഇതാ മഞ്ഞയിലും പച്ചയിലും അണിയൊരുക്കൊണ്ട് ഇതാ കൊല്ലത്തിന്റെ കളിക്കോട്ടെ ആര് പിടിക്കും എന്നറിയുവാൻ കൊല്ലത്തിന്റെ നാട്ടിൽ നിന്നും ഇതാ ആര് കിരീടവുമായി പോകും. സാക്ഷാൽ 1801 കല്ലടയാതെ ഒരു ആൺപെട്ട് കണ്ടറിയപ്പെടുന്ന തൂക്കപാലത്തിൽ ഇതാ കലവാളൂര് അതിന്റെ ചിറകിൽ വെളുത്തെടുത്തുകൊണ്ട് നമുക്ക് വഴി കലവാളൂർ സ്പോൺസർ ചെയ്ത അനന്തപുരി തിരികെ വരും. അതുപോലെ കൈയ്യടി നൽകും. പ്രിയമുള്ളവരെ, വമ്പന്മാരും കൂട്ടന്മാരുമൊക്കെ മണ്ണിൽ വന്നവനും കണ്ടവനും കിരീടത്തിലേക്ക് കിരീടം ചൂടിയിരിക്കുന്നു. കാസർഗോഡ് മറുപുറത്ത് സ്പോൺസർ ചെയ്ത വിജയവും പരാജയവുമെല്ലാം മത്സരക്കളത്തിലുള്ളതാണ്. കിരീടം ഉയർത്തിയിരിക്കുന്നു. രണ്ടാം സ്ഥാനം സ്പോൺസർ ചെയ്ത രണ്ടാം സ്ഥാനം ഇരു ടീമുകളെ കൈയടിച്ച് സ്വീകരിക്കും. ഇരു ടീമുകളെ കൈയടിച്ച് സ്വീകരിക്കുന്ന സ്ഥാനം 55,555 രൂപ. അവരുടെ ട്രോഫിയും കരസ്ഥമാക്കേണ്ടതാ. ലയൺസ് പെരിയ കാസർഗോഡ് രണ്ടാം സ്ഥാനം കരസ്ഥമായിക്കൊണ്ടതാ. ഹെർക്കുലീസ് വെമ്പായം ബോയ്സിന്റെ ചാമ്പ്യൻ സ്പോൺസർഷിപ്പിനിതാ. ഇരു ടീമുകളെയും കൈയടിച്ച് സ്വീകരിക്കും. പങ്കെടുത്ത മുഴുവൻ ടീമുകൾക്കും വടംവലി അസോസിയേഷനുകളുടെ നന്ദി അറിയിക്കുന്നു. പ്രിയ കായിക പ്രേമികൾക്ക് പുതുമത്സരാശംസകളും നേർന്നുകൊണ്ട് വളരെ നന്ദിയും ശബ്ദം വിളിച്ച ഹൃദയം നൽകിയ ലാൽ സൗണ്ട് കരപാടും അതിന് ഓരോ പ്രവർത്തകർക്കും വടംവലി അസോസിയേഷനുകളുടെ നന്ദി അറിയിക്കുന്നു. തീർച്ചയായും സമ്മാനം നേടിയ ടീമുകളുടെ ശ്രദ്ധയ്ക്ക് ടി.വി. ബോയ്സിന്റെ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ ഹോസ്പിറ്റലാണ്. ഇതിന്റെ ചികിത്സ സഹായം കൂടിയ ടീമുകൾ നൽകാമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തീർച്ചയായും മത്സരം ലൈവ് അപ്ഡേഷൻ നൽകിയ സുനിൽ ബാബറേബലം, സുൽഫീൻ പോരുവഴി, സഫീർ വെമ്പായം, ധർമ്മേഷ് ശിഖവിള വിഞ്ഞാറമൂട് മുഴുവൻ പേർക്കും അസോസിയേഷന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.